കുടുംബശ്രീയുടെ ഒരു സപ്പോർട്ടിംഗ് സംരംഭമായ യുവശ്രീ സംരംഭമായ ഐഫ്രത്തിൻ്റെ സെൻട്രൽ കിച്ചൻ്റെ ഇനോഗുറേഷനാണ് നടക്കാൻ പോകുന്നത്. ഈ സെൻട്രൽ കിച്ചൺ എന്ന് പറയുമ്പോൾ ഒരു 58 ലക്ഷത്തോളം അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് ഉപയോഗിച്ച് വളരെ ശാസ്ത്രീയമായ രീതിയിലുള്ള ഒരു കിച്ചണാണ് ഇവിടെ സെറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. കേരളത്തിൽ കുടുംബശ്രീയുടെ ഒരു ഇത്രയും നല്ലതായിട്ടുള്ള ഒരു സെൻട്രൽ കിച്ചൺ ആദ്യമായിട്ടാണ് തൃശ്ശൂർ ജില്ലയിൽ ഇവിടെ വിഭാവനം ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഏറ്റവും ഗുണനിലവാരമുള്ള ഫുഡ് നമ്മുടെ സാധാരണ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഉദ്ദേശം. ഇവൻറ്റ് മാനേജ്മെൻറ്റും അതോടൊപ്പം തന്നെ ഹോം ഡെലിവറിയും അടക്കമുള്ള ഒരു വലിയ സംവിധാനത്തോടു കൂടിയാണ് ഈ പദ്ധതി ഇന്നിവിടെ ഇനോഗ്രേഷൻ ചെയ്യപ്പെടുന്നത്. ഇന്ന് ഇവിടെ ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ പ്രിയപ്പെട്ട റവന്യൂ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന അന്നശ്രീ ഫുഡ് പ്രോഡക്റ്റ് ആൻഡ് റിസർച്ച് സെൻറ്റർ എന്ന ഈ വലിയ സ്ഥാപനം കുടുംബശ്രീയുടെ ഭാഗമായി നിന്ന് പ്രവർത്തിക്കുകയും കുടുംബശ്രീ നാൾക്കുനാൾ വർദ്ധിച്ച് വലിയ വടവൃക്ഷമായി മാറിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ സമൂഹത്തെ ഉൽപ്പാദന മേഖലയിൽ ചേർത്ത് പിടിച്ച് മുന്നേറാൻ ശ്രമിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഏതാനും വനിതകളുടെ നേതൃത്വത്തിൽ ഈ ഒരു സംരംഭം തുടങ്ങിയിട്ടുള്ളത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഓരോ വർഷവും ഏകദേശം 3.25 ലക്ഷം രൂപയോളം സബ്സിഡി കൊടുത്തുകൊണ്ട് പുതിയ സംരംഭകരെ വളർത്തിക്കൊണ്ടുവരുന്നതിനുള്ള എല്ലാ പ്രവർത്തനങ്ങളും സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുക. വലിയ ആശങ്കയോട് കൂടിയിട്ടാണ് ഞങ്ങൾ അതുപോലുള്ള സബ്സിഡി തുക വിതരണം ചെയ്യുന്നത്. ഇവിടെ വന്നപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഏകദേശം 58 ലക്ഷം രൂപയോളം യാതൊരു സങ്കോചവും കൂടാതെ വായ്പയെടുത്ത് വളരെ വിപുലമായ തരത്തിൽ ഈ നാടിനാവശ്യമായ ഭക്ഷണ വസ്തുക്കൾ ന്യായമായ വിലയ്ക്ക് ഏറ്റവും ഗുണമേന്മയോടുകൂടി ചെയ്തു കൊടുക്കാൻ കഴിയാവുന്ന തരത്തിൽ ഏറ്റവും ആധുനികമായ സംവിധാനങ്ങളോടുകൂടി വിശേഷിച്ചും ഇന്ധന വിലവർദ്ധനവിനൊക്കെ പരിഗണിച്ചുകൊണ്ട് അതിനെ ഉൾപ്പെടെ പ്രതിരോധിക്കാൻ കഴിയുന്ന തരത്തിലുമാണ് ഇവിടെ പ്രവർത്തനം സംഘടിപ്പിച്ചിട്ടുള്ളത്. അഗ്രികൾച്ചറൽ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് കൂടി ഉപയോഗപ്പെടുത്തി പ്രവർത്തനം സംഘടിപ്പിക്കുന്ന ഈ യൂണിറ്റ് എല്ലാ നിലയിലും പടർന്ന് പന്തലിക്കാൻ നമ്മുടെ ഈ നാടിൻ്റെ ഭക്ഷ്യ മേഖലയിലുള്ള എല്ലാ ആവശ്യങ്ങളും നിറവേറ്റാൻ കഴിയുന്ന നിലക്കാകട്ടെ ഭാവിയിൽ ഇവർ എല്ലാ തരത്തിലുമുള്ള ഭക്ഷ്യവസ്തുക്കളും ഏറ്റവും ഗുണനിലവാരമുള്ള രീതിയിൽ സംഭരിച്ച് അത് സംസ്കരിച്ച് വിപണനം ചെയ്യാനുള്ള പ്രവർത്തനം കൂടെ ഉണ്ട്. തീർച്ചയായിട്ടും സമൂഹത്തിൻ്റെ നിലനിൽപ്പിനെ കൂടെ പരിഗണിച്ചുകൊണ്ട് ആ നിലനിൽപ്പിനെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ലാഭം മാത്രമേ ഇച്ഛിക്കൂ എന്ന് ഇതിന് ബന്ധപ്പെട്ട ആളുകൾ തീരുമാനിച്ചുകൊണ്ട് അങ്ങനെ ഈ സംരംഭത്തെ വളർത്തിക്കൊണ്ടുവരാൻ കഴിയുമാറാകട്ടെ എന്ന് നിറഞ്ഞ മനസ്സോടുകൂടി ഈ വേളയിൽ ആശംസിക്കുകയാണ്. ഇന്നത്തെ സാഹചര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ആഹാരം തന്നെയാണ് സർവ്വതനാൽ പ്രധാനം. ഏറ്റവും എന്ന് മുൻപൊക്കെ പറയാനുള്ളത് ഇതിൽ നിന്ന് വ്യത്യസ്തമാണ്. ആഹാരം നന്നായില്ലെങ്കിൽ നമ്മുടെ ആരോഗ്യം മെച്ചപ്പെടുകയില്ല. അതുപോലെ തന്നെ ആഹാരം തന്നെയാണ് ഔഷധം. ഇന്ന് അതിനൊരു ഉദാഹരണമാണ് ഈ ഇവിടുത്തെ സെൻട്രൽ കിച്ചൺ. കാരണം ഇവിടെ പ്രാദേശികമായുള്ള വിഭവങ്ങൾ ഇവിടുത്തെ കർഷകരിൽ നിന്നും കൃഷിക്കാരിൽ നിന്നും ഒക്കെ കളക്ട് ചെയ്തിട്ടാണ് ഇവിടെ ഉള്ള വിഭവങ്ങൾ ഉണ്ടാക്കുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞു ആഹാരം സർവ്വതനാൽ പ്രധാനം എന്ന് പറഞ്ഞു. കാരണം ഇന്ന് നമുക്കറിയാം മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് കൊണ്ടുവരുന്ന പച്ചക്കറികളും മറ്റ് വിഭവങ്ങളിലൊക്കെയുള്ള മാലിന്യങ്ങളും എല്ലാം നമുക്കറിയാം, വിഷവസ്തുക്കളൊക്കെ നമുക്കറിയാം. പക്ഷേ അതിൽ നിന്നും ഒരു വ്യത്യസ്തമായി നമ്മുടെ ജനതയ്ക്ക് മെച്ചപ്പെട്ട ആരോഗ്യം പ്രദാനം ചെയ്യുന്നതിനായിട്ടാണ് ഇവിടെ ഒരു സെൻട്രൽ കിച്ചൺ കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിൽ ഐഫ്രത്തിൻ്റെ ആഭിമുഖ്യത്തിൽ തുടങ്ങിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ അടുക്കള എന്നൊക്കെ പറയുകയാണെങ്കിൽ ഏറ്റവും പരിപാവനമായി സൂക്ഷിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് അടുക്കള. ഇവിടുത്തെ അടുക്കള കണ്ടാൽ അറിയാം നമുക്ക് അത്രയും നീറ്റായിട്ടും അത്രയും വൃത്തിയായിട്ടുമാണ് സൂക്ഷിക്കുന്നത്. കാരണം നമ്മുടെ ഭക്ഷണം ഉണ്ടാക്കുന്ന ഭക്ഷണ നിർമ്മാണശാലയാണ് അടുക്കള. ഏറ്റവും വൃത്തി ആയിട്ടും ഏറ്റവും ശുചിത്വത്തോടും കൂടിയും ഏറ്റവും ആരോഗ്യപരമായി എല്ലാവരും സൂക്ഷിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് അടുക്കള. ആ അടുക്കള ഏറ്റവും വൃത്തിയായി സൂക്ഷിക്കുന്നതിനുള്ള ഒരു ഉദാഹരണമാണ് ഈ സെൻട്രൽ കിച്ചൺ കുടുംബശ്രീയുടെ ഈ സെൻട്രൽ കിച്ചൺ അന്നശ്രീ എന്ന് പറയുന്ന ഇതിൻ്റെ സെൻട്രൽ കിച്ചൺ എന്ന് പറയുന്നത്
നമുക്കെല്ലാവർക്കും എത്തിപ്പെടാനും എല്ലാവർക്കും മനസ്സിലാക്കാനും കഴിയുന്ന ഒരു ഭാഗമാണ് ഈ അടുക്കള. കാരണം ആരോഗ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് അടുക്കള. ഈ അടുക്കള ഏറ്റവും ഭംഗിയായിട്ടും വൃത്തിയായും സൂക്ഷിക്കുക. അങ്ങനെയുള്ള അടുക്കളയിൽ നിന്നുള്ള ആഹാരം നമ്മുടെ ഈ ഔഷധം തന്നെയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആഹാരം തന്നെയാണ് ഔഷധം. ആരോഗ്യം സർവ്വധനാൽ പ്രധാനം എന്ന് പ്രാവർത്തികമാക്കുന്ന ഒരു സ്ഥാപനമാണ് ഈ സെൻട്രൽ കിച്ചൺ. ഐഫ്രം മാനേജ്മെൻറ്റ് ടീമിൻ്റെ അന്നശ്രീ ഫുഡ് പ്രൊഡക്ഷൻ യൂണിറ്റ് ആൻഡ് റിസർച്ച് സെൻറ്ററിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മമാണ് ഇന്നിവിടെ നിർവഹിക്കാൻ പോകുന്നത്. ഇതിലേക്ക് സ്വാഗതം പറയുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം. ആദ്യമായി ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതിന് ഇവിടെ എത്തിയിരിക്കുന്നത് ബഹുമാനപ്പെട്ട കേരള റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി ശ്രീ അഡ്വക്കേറ്റ് കെ രാജൻ അവർകളാണ്. അദ്ദേഹത്തെ ഏറെ സ്നേഹപൂർവ്വം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടിയുടെ അധ്യക്ഷപദം അലങ്കരിക്കുന്നത് ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ശ്രീ കെ ആർ രവി അവർകളാണ്. അദ്ദേഹത്തെ ഏറെ സ്നേഹപൂർവ്വം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇവിടെ മാടകെത്ര ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ശ്രീമതി ഇന്ദിര മോഹൻ അവർകൾ സന്നിഹിതയായിട്ടുണ്ട്. അവരെയും ഈ പരിപാടിയിലേക്ക് ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ത്രിതല ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രതിനിധികൾ, ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രതിനിധികൾ എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഔഷധി പഞ്ചകർമ്മ ആശുപത്രിയുടെ സൂപ്രണ്ട് ഡോക്ടർ രജിതൻ സാർ ഇവിടെ എത്തിയിട്ടുണ്ട്. അവരെയും ഈ പരിപാടിയിലേക്ക് ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഒപ്പം ഇവിടെ സ്റ്റേറ്റ് പ്രോഗ്രാം മാനേജർ അഗ്രികൾച്ചർ ഫാം ലൈവ്ലിഹുഡിൻ്റെ ഷാനവാസ് സർ ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെയും ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇവിടെ സന്നിഹിതരായിരിക്കുന്ന മറ്റു ഉദ്യോഗസ്ഥ പ്രമുഖരെയും അതോടൊപ്പം തന്നെ ഐഫ്രത്തിൻ്റെ ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഇതെന്ന് പറയുന്നത് ഇതിൻ്റെ CEO ഐഫ്രത്തിൻ്റെ CEO അജയ് കുമാർ ഇവിടെയുണ്ട്. അന്നശ്രീ പ്രൊഡക്ഷൻ യൂണിറ്റ് ആൻഡ് റിസർച്ച് സെൻറ്ററിൻ്റെ രതി കുഞ്ഞികൃഷ്ണനുണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് ഭാരവാഹികൾ എല്ലാവരുമുണ്ട്. എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാവരെയും ഒരിക്കൽ കൂടി ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് അധ്യക്ഷപദം അലങ്കരിക്കുന്നതിന് വേണ്ടി പ്രസിഡന്റ് ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വിയറ്റ്നെ ഏറെ സ്നേഹത്തോടെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ സ്വാഗത പ്രസംഗം അവസാനിപ്പിക്കുകയാണ്. കേരളത്തിൻ്റെ ചരിത്രത്തിൽ പുതിയ കുതിപ്പുകൾ നടത്തി സമാനതകളില്ലാത്ത മുന്നേറ്റത്തിലൂടെയാണ് കുടുംബശ്രീ വളർന്നുകൊണ്ടിരിക്കുന്നത്. കുടുംബശ്രീയും ഐഫ്രം എന്ന് പറയുന്ന യൂണിറ്റും അന്നശ്രീ ഫുഡ് പ്രോഡക്റ്റ് ആൻഡ് റിസർച്ച് സെൻറ്ററിൻ്റെ നാമധേയത്തിൽ ഒരു പുതിയ സംരംഭത്തിന് ഇവിടെ തുടക്കം കുറിക്കുക. ഇവർ ലക്ഷ്യം വെക്കുന്നത് ഗുണനിലവാരമുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ പാകം ചെയ്ത് കൊടുക്കുക എന്നതാണ്. അതിന് എല്ലാം പരിഹാരം കാണുന്ന തരത്തിലാണ് ഇവിടെ അന്നശ്രീ ഫുഡ് പ്രോഡക്റ്റ് ആൻഡ് റിസർച്ച് സെൻറ്റർ ഇന്ന് തുടങ്ങുന്നത്. നമ്മുടെ നാട്ടിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് നടത്തുന്നത് എന്ന് പറഞ്ഞാൽ എണ്ണി തീർക്കാൻ കഴിയാത്ത തരത്തിലാണ്. അതിൻ്റെ ഭാഗമായി അവാർഡുകളുടെ പെരുമഴക്കാലം തന്നെ കേരളത്തിലെ കുടുംബശ്രീയെ സംബന്ധിച്ച് തീർത്തുകൊണ്ടിരിക്കുക. തീർച്ചയായും അതിന് ഒന്നുകൂടി
ആക്കം കൂട്ടുന്ന തരത്തിലുള്ള പ്രവർത്തനമാണ് കുടുംബശ്രീയെ കൂടെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ഈ യൂണിറ്റ് ഇവിടെ തുടങ്ങുന്നത്. അഗ്രികൾച്ചറൽ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് കൂടി ഉപയോഗപ്പെടുത്തി ഏകദേശം 58 ലക്ഷമോ 56 ലക്ഷമോ രൂപ വായ്പ എടുത്തുകൊണ്ടാണ് ഈ സംരംഭം തുടങ്ങാൻ പോകുന്നത് എന്നാണ് ഇതിൻ്റെ സംഘാടകർ പറഞ്ഞിട്ടുള്ളത് അറിയാൻ കഴിഞ്ഞത്. 58 ലക്ഷം രൂപ എന്ന് കേൾക്കുമ്പോൾ ആദ്യം നെഞ്ചിലേക്കൊരു എന്തോ വലിയ ഭാരം കയറ്റി വെച്ചതുപോലെ ഞങ്ങൾക്ക് തോന്നി. കാരണം ഒരു കൊച്ചു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ അധികാരി എന്ന നിലയ്ക്ക് ഞങ്ങളെ 15-20 ലക്ഷം രൂപ ഒരു വർഷം സംരംഭകരെ സഹായിക്കുന്നതിന് വേണ്ടി സംസ്ഥാന സർക്കാരിൻ്റെ മാർഗനിർദ്ദേശങ്ങളനുസരിച്ച് മാറ്റിവെക്കാറുണ്ട്. ആ പണം അവർക്ക് കൊടുക്കുന്നതിന് മുൻപായി എത്രയൊക്കെ ടെസ്റ്റ് ബന്ധപ്പെട്ട അധികാരികൾ മുഖേന ഭരണസമിതി അംഗങ്ങൾ ഉൾപ്പെടെ പങ്കെടുത്തുകൊണ്ടാണ് നടത്തി കൊടുക്കുന്നത് പലതും പൂർണ്ണമായി വിജയിക്കുന്നുണ്ടോ എന്ന കാര്യത്തിൽ ആശങ്കയുണ്ട്. അതൊക്കെ വെച്ച് പരിശോധിച്ചപ്പോൾ എന്ത് ധൈര്യത്തോടു കൂടിയിട്ടാണ്, എത്ര വലിയ ധൈര്യമാണ് ഇവർ പ്രകടിപ്പിച്ചിട്ടുള്ളത് എന്നുകൂടി ആലോചിച്ചപ്പോൾ ആശ്ചര്യം തോന്നി. എന്താണെങ്കിലും നമ്മുടെ നാടിൻ്റെ തൊഴിലില്ലായ്മ പരിഹരിക്കാൻ, അതുവഴി നാട്ടിൽ ഈ മേഖലയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നവർക്ക് സാമ്പത്തിക സ്വാശ്രയത്വം കൈവരിക്കാൻ, നാട്ടിലെ മനുഷ്യർക്ക് നല്ല ഭക്ഷണം വിളമ്പാൻ, ആ നല്ല ഭക്ഷണം വിളമ്പാൻ കഴിയുന്ന വസ്തുക്കൾ ഇവിടെ തന്നെ ഉൽപ്പാദിപ്പിച്ചെടുക്കാൻ, അതിൽ പോരായ്മകളുണ്ടെങ്കിൽ അത് കണ്ടെത്താൻ, തിരുത്തിക്കാൻ എല്ലാമുള്ള ഒരു വലിയ സംരംഭമായി അന്നാശ്രീ യൂണിറ്റ്, ഫുഡ് പ്രോഡക്റ്റ് യൂണിറ്റും അതിനോടനുബന്ധിച്ചുള്ള റിസർച്ച് സെൻ്ററും ആയി മാറട്ടെ എന്ന് നിറഞ്ഞ മനസ്സോടുകൂടി ആശംസിച്ചുകൊണ്ട് ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കാൻ ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ പ്രിയപ്പെട്ട റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രിയെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് അധ്യക്ഷൻ എന്ന നിലയിലുള്ള വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ഈ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ അന്നശ്രീ സെൻട്രൽ ഫുഡ് പ്രൊഡക്റ്റ് യൂണിറ്റ് ആൻഡ് റിസർച്ച് സെൻറ്റർ എന്ന പേരിൽ ഐഫ്രത്തിൻ്റെ വിപുലമായിട്ടുള്ള നേതൃത്വത്തിൽ ഇവിടെ ആരംഭിക്കുമ്പോൾ ഈ ചടങ്ങിൻ്റെ അധ്യക്ഷൻ പ്രിയപ്പെട്ട ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ശ്രീ KR രവി, ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രിയങ്കരിയായിട്ടുള്ള പ്രസിഡന്റ് ശ്രീമതി ഇന്ദിരാ മോഹൻ, വാർഡ് മെമ്പറും നമ്മുടെ പഞ്ചായത്തിൻ്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായിട്ടുള്ള ശ്രീമതി സാവിത്രി രാമേന്ദ്രൻ, മറ്റൊരു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിട്ടുള്ള ശ്രീ KP പ്രശാന്ത്, സ്വാഗതം ആശംസിച്ച ജില്ലാ മിഷൻ കോർഡിനേറ്റർ ഡോക്ടർ A കവിത, ഇവിടെ സന്നിഹിതരായിട്ടുള്ള കുടുംബശ്രീയുടെ ഭാരവാഹികൾ ശ്രീ ജ്യോതിഷ് കുമാർ, രാധാകൃഷ്ണൻ, നിർമ്മൽ, ദീപ കിഷോർ, ഇവിടെ നമ്മുടെ ചടങ്ങിൽ പങ്കെടുക്കുന്ന മറ്റ് പ്രിയങ്കരായിട്ടുള്ള സഹോദരന്മാരെ, ഇതിന് നേതൃത്വപരമായ പങ്കുവഹിച്ച് ഐഫ്രം എന്ന 17 വർഷക്കാലം പിന്നിട്ട കുടുംബശ്രീയുടെ ഒരു പ്രോഡക്റ്റിനെ അത്യുജ്വലമായ ഒരു അനുഭവമാക്കി മാറ്റിയ പ്രിയപ്പെട്ട ശ്രീ അജയകുമാർ, രതി, ഈ ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഔഷധിയുടെ സൂപ്രണ്ട്, ഞാൻ ഇടയിൽ വിട്ടുപോയതാണ്, ഔഷധിയുടെ സൂപ്രണ്ട് എൻ്റെ കൂടി ഡോക്ടറാണ് പ്രിയപ്പെട്ട ഡോക്ടർ K രജിതൻ, ഏറ്റവും സ്നേഹതർഭരായിട്ടുള്ള സഹോദരന്മാരെ, ദീർഘമായിട്ടുള്ളൊരു പ്രഭാഷണത്തിന് മുതിരുന്നില്ല. ഈ മഹനീയമായ ചടങ്ങിൽ എത്തിച്ചേരുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഈ സ്ഥലം മേടിച്ചതു മുതൽ രതിയാണെങ്കിലും അജയനാണെങ്കിലും അന്നശ്രീ എന്ന പേരിലൊരു സംവിധാനം നമ്മുടെ നാട്ടിലെ വിവിധങ്ങളായിട്ടുള്ള പരിപാടികളുടെ ഓർഡർ ലഭിച്ചാൽ അത് ഉണ്ടാക്കി കൊടുക്കാൻ കഴിയുന്ന വിധത്തിൽ നല്ല ശ്രദ്ധേയമായിട്ടുള്ളൊരു സ്ഥാപനം ഇവിടെ ആരംഭിക്കാനുള്ള സ്ഥലം മേടിക്കാനും അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾക്ക് തുടക്കം കുറിക്കാനും ഇവിടെ എത്തിച്ചേർന്നു. ഞാൻ ജ്യോതിഷിൻ്റെ പേര് പറഞ്ഞു. ജ്യോതിഷ് ഇപ്പോൾ ആണ് എത്തിച്ചേർന്നു. കുടുംബശ്രീയുടെ നേരത്തെ ജില്ലാ മിഷൻ്റെ കൂട്ടത്തിൽ പ്രവർത്തിച്ചിരുന്ന മിഷൻ കോർഡിനേറ്ററായിരുന്നു. നമ്മളെല്ലാവരും ചേർന്ന് ഇന്ന് ഈ ചടങ്ങിന് ഔപചാരികമായിട്ടുള്ള തുടക്കം കുറിക്കുകയാണ്. സാധാരണ നിലയിൽ ഏറ്റവും നല്ല ഭക്ഷണം മിതമായ ചെലവിൽ ഉണ്ടാക്കി കൊടുക്കുക എന്ന സർക്കാരിൻ്റെ ലക്ഷ്യത്തെ, പലപ്പോഴും സ്വപ്ന സദൃശ്യമായ ലക്ഷ്യത്തെ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ നമ്മുടെ ഒരു ആയുധമായി ഉപയോഗിക്കുന്നത് കുടുംബശ്രീ പ്രസ്ഥാനമാണ്. ഐഫ്രമാണെങ്കിൽ ഒരു കുടുംബശ്രീ കഫേ എന്ന ആലോചനയിൽ നിന്ന് ആരംഭിച്ച്
ഒരുപക്ഷെ ഇന്ന് കേരളത്തിലെ തന്നെ എല്ലാ പ്രമുഖമായിട്ടുള്ള സ്ഥലങ്ങളിലും ഭക്ഷണം തയ്യാറാക്കി കൊടുക്കുന്നതിൽ ഏറ്റവും മുഖ്യമായ പങ്ക് വഹിക്കുന്നൊരു പ്രസ്ഥാനമായി മാറിക്കഴിഞ്ഞു. എനിക്ക് തോന്നുന്നു കേരളം ഇതുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ കേരളത്തിൻ്റെ സകല മൂല്യങ്ങളെയും നന്മകളെയും ഒരു കുടക്കീഴിൽ അവതരിപ്പിച്ച കേരളീയം എന്ന പരിപാടിക്ക് ഏതാണ്ട് 8 മണിയാകുമ്പോൾ കൊടുക്കാൻ കയ്യിൽ സാധനമില്ലാത്ത വിധത്തിൽ അത്രയേറെ വിപുലമായിട്ടുള്ള ഒരു ഫുഡ് എക്സിബിഷന് നേതൃത്വം നൽകിയത് കുടുംബശ്രീയും ഐഫ്രവുമാണ്. അന്നവിടെ കൊടുത്തിരുന്ന വിഭവങ്ങളുടെ രുചി ഇപ്പോഴും ആളുകളുടെ മനസ്സിൽ നിന്ന് മാറിയിട്ടില്ല. കേരളീയം വീണ്ടും നവംബർ 1 മുതൽ 7 വരെയുള്ള ദിവസങ്ങളിൽ ആലോചിക്കുമ്പോൾ കേരളത്തിലെ മന്ത്രിമാർ തന്നെ ക്യാബിനറ്റിൽ പറഞ്ഞൊരു കാര്യം, രുചികരമായിട്ടുള്ള ഭക്ഷണങ്ങളുടെ ഒരു കലവറ കേരളീയത്തിനോടൊപ്പം ഒരുമിച്ച് ഉണ്ടാകുന്നു എന്നുള്ള സന്തോഷം വീണ്ടും പങ്കിടാൻ നമുക്ക് അവസരമുണ്ടാകും എന്നുള്ളതാണ്. അപ്പോൾ ഏറ്റവും നല്ല ഭക്ഷണം, നേരത്തെ ഇവിടെ രവിയേട്ടൻ സൂചിപ്പിച്ചതുപോലെ നല്ല ഭക്ഷണം കിട്ടുമെന്നൊക്കെ പറഞ്ഞു. നല്ലൊരു ചായ കുടിക്കുന്ന മൂപ്പര് മുടക്കി. അത് അതിൻ്റെ ഇടയിലാണ്, ഞാൻ നിങ്ങൾ കുടിച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ, അതിൻ്റെ ഇടയിലാണ് ഉദ്ഘാടനത്തിന് വിളിച്ചത്. അതെന്തായാലും കുഴപ്പമില്ല, ധാരാളം നമ്മൾ കുടിക്കുന്നതായതുകൊണ്ട്. പക്ഷേ നാട്ടിലെ ആളുകൾക്ക് ഏറ്റവും ശുദ്ധമായിട്ടുള്ള ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക എന്ന വലിയൊരു പ്രക്രിയ ഇവിടെ നമുക്ക് നിർവഹിക്കാൻ അന്നശ്രീ കൊണ്ട് സാധ്യമാകും. ഇതിലവസാനിച്ചിട്ടില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ചുറ്റും നിൽക്കുന്ന സ്ഥലങ്ങളൊക്കെ അജയനും രതിയും ഉന്നം വച്ചിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ ഗംഭീരമാകട്ടെ. വിവിധങ്ങളായിട്ടുള്ള കേന്ദ്രങ്ങളിൽ നല്ല ഭക്ഷണം വിളമ്പി എത്തിക്കാൻ ഒരു പൊതു കേന്ദ്രം ഉണ്ടാകട്ടെ. ഇതിലൂടെ കുറച്ച് നമ്മുടെ സഹോദരിമാർക്ക് ജോലി ഉണ്ടാകാനുള്ള അന്തരീക്ഷം ഉണ്ടാകട്ടെ. കുടുംബശ്രീ തുടങ്ങി വയ്ക്കുന്ന ഇത്തരം എല്ലാ പ്രവർത്തനങ്ങൾക്കും എല്ലാ വിധത്തിലുമുള്ള സഹായങ്ങൾ ഞങ്ങളുടെ എല്ലാവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകും. ആ വിധത്തിൽ അതിഗംഭീരമായി മുന്നോട്ട് പോകാനാകട്ടെ. കൂടുതൽ ദീർഘമായിട്ടുള്ളൊരു വർത്തമാനത്തിലേക്ക് പോകുന്നില്ല. ഇവിടെ തുടങ്ങി വെച്ചതൊന്നും മോശമായിട്ടില്ല. കുടുംബശ്രീ ആണെങ്കിലും ഐഫ്രമാണെങ്കിലും കഴിഞ്ഞ കുറേ കാലങ്ങൾക്കിടയിൽ തുടങ്ങി വെച്ചതൊന്നും മോശമായിരുന്നില്ല. വൈകിയുടെ പൂർണ്ണമായിട്ടുള്ള ഭക്ഷണം കൊടുത്തിരുന്നത് ഐഫ്രമാണ്. കേരളത്തിൽ ഇപ്പോൾ നടക്കുന്ന സർക്കാർ പരിപാടികൾക്കെല്ലാം വിശ്വസനീയമായി ഏൽപ്പിക്കാൻ കഴിയുന്ന ഒരു ഭക്ഷണ കേന്ദ്രമായി അല്ലെങ്കിൽ ഒരു വിഭവ കേന്ദ്രമായി ഐഫ്രം മാറിയിട്ടുണ്ട്. അതിന് അജയൻ്റെയും രതിയുടെയും രാപ്പകലില്ലാത്ത വിധത്തിലുള്ള അധ്വാനവും ഒരു മനസ്സായി ഏതെങ്കിലും ആളുകളുടെ മാത്രമല്ല ഞങ്ങളുടെ എല്ലാവരുടെയും കൂടിയാണ് ഐഫ്രം അഥവാ കുടുംബശ്രീ എന്ന് തിരിച്ചറിയാൻ കഴിയുന്ന വിധത്തിൽ മുതലാളി തൊഴിലാളി ഇല്ലാതെ എല്ലാവരും ഒരുപോലെ നടത്തിപ്പുകാരും എല്ലാവരും ഒരുപോലെ നേതാക്കന്മാരും എല്ലാവരും ഒരുപോലെ സംഘാടകരുമായി മാറുന്ന ഒരു മഹാപ്രസ്ഥാനത്തിൻ്റെ ഇടപെടലാണ് ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം നേതൃത്വപരമായ പങ്കുവഹിച്ചത് എന്ന തിരിച്ചറിവോടെ ഒരിക്കൽ കൂടി എല്ലാവരെയും സ്നേഹപൂർവ്വം അഭിവാദ്യം ചെയ്തുകൊണ്ട് ദീർഘകാലം ഈ മടക്കത്രയിൽ തന്നെ വളർന്ന് പടർന്ന് പന്തലിക്കാൻ ഇതിൻ്റെ ഈ കേന്ദ്രത്തിന് സാധ്യമാകട്ടെ. അന്നശ്രീ കേരളത്തിലെ സാധാരണക്കാരായ മനുഷ്യർക്ക് നല്ല അന്നം കൊടുക്കാവുന്ന പ്രസ്ഥാനമായിട്ട് ശീതമുള്ള ഒരു പ്രസ്ഥാനമായിട്ട് മാറട്ടെ എന്നുകൂടി ആശംസിച്ചുകൊണ്ട് ഔപചാരികമായി ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിക്കുന്നു. ആദ്യമായി തന്നെ ഇങ്ങനൊരു സംരംഭം നമ്മുടെ പഞ്ചായത്തിൽ തുടങ്ങിയതിൽ തന്നെ പ്രത്യേകം അഭിനന്ദനം അറിയിക്കുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാം, കുടുംബശ്രീ എന്ന് പറയുന്ന ഒരു സംവിധാനം 27ാമത്തെ വർഷത്തേക്ക് കടക്കുമ്പോൾ വളരെയധികം ചെറിയ തോതിലുള്ള ചെറു സമ്പാദ്യങ്ങളെല്ലാം കളക്ട് ചെയ്തുകൊണ്ട് ഒരു വലിയ ഏഷ്യൻ രാജ്യങ്ങളിൽ പോലും ഏറ്റവും വലിയൊരു പ്രസ്ഥാനമായി മാറിയ സ്ത്രീകളുടെ ഒരു സംഘടനയാണ് കുടുംബശ്രീ. നമുക്കെല്ലാവർക്കും അറിയാം. ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ ഏതെങ്കിലും ഒരു സംരംഭം ഏറ്റെടുക്കുക എന്ന് പറഞ്ഞാൽ വനിതകളെ സംബന്ധിച്ച് അല്ലെങ്കിൽ പ്രവർത്തകരെ സംബന്ധിച്ച് വളരെ നാമമാത്രമായ കാര്യങ്ങളിൽ മാത്രം അല്ലെങ്കിൽ ഒതുങ്ങി നിൽക്കുന്ന ഒന്നാണ് ചെറിയ ചെറിയ സംരംഭങ്ങൾ ഏറ്റെടുക്കുക എന്ന് പറഞ്ഞാൽ. ഗവൺമെൻറ് അവർക്ക് വേണ്ടുന്ന എല്ലാ സഹായങ്ങളും കുടുംബശ്രീ വഴി, ജില്ലാ മിഷൻ വഴി, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴി നൽകുന്നുണ്ടെങ്കിലും എങ്ങനെ പണം നമുക്ക് പങ്കിട്ടെടുത്ത് പലിശയ്ക്ക് കൊടുത്തോ അതല്ലെങ്കിൽ ചെറിയ തോതിൽ സാമ്പത്തിക ഇടപാടുകൾ നടത്തി അത് അവസാനിപ്പിക്കുക എന്നുള്ളതല്ലാതെ ഒരു സംരംഭം തുടങ്ങി നമുക്കൊരു കുടുംബത്തെ ഒരു വരുമാനവും ദാരിദ്ര്യ നിർമ്മാർജ്ജനം ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രവർത്തനം നടത്തുന്നതിൽ പ്രധാനപ്പെട്ട പങ്ക് ഇപ്പോൾ കുടുംബശ്രീ വഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ തന്നെ അന്നശ്രീ, നമുക്ക് പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം, അന്നം തരുന്ന വളരെ ഐശ്വര്യമായി നല്ല ഭക്ഷണം നമുക്ക് തരിക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ ആരോഗ്യം ഏറ്റവും വിലപ്പെട്ടതാണ് എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ഭക്ഷണ രീതിയിൽ നല്ല നല്ല ഗുണമേന്മയുള്ള ഭക്ഷണം കഴിക്കുക അല്ലെങ്കിൽ അത് നൽകുക എന്ന് പറയുന്നത് പ്രധാനപ്പെട്ടതാണ്. ഭക്ഷണത്തിന് കണ്ടമാനം കാറ്ററിംഗ് സർവീസ്, വളരെയധികം കാറ്ററിംഗ് സർവീസൊക്കെ ഉള്ള ജില്ലയും പഞ്ചായത്തും ഒരു മണ്ഡലമൊക്കെയാണ് നമുക്ക്.
എന്തെങ്കിലും ഇന്നത്തെ കാലത്ത് വീടുകളിൽ ഭക്ഷണം കഴിക്കുന്ന അല്ലെങ്കിൽ ഉണ്ടാക്കി കഴിക്കുന്ന ഒരു രീതിയിൽ നിന്ന് മാറി പെട്ടെന്നൊരു ഫോൺ കോളിൽ ഭക്ഷണം വരുന്ന ഒരു ഓൺലൈൻ സംവിധാനത്തിലേക്ക് മാറിയ ഒരു കാലഘട്ടത്തിലാണ് നമ്മളെല്ലാവരും കഴിയുന്നത്. ഇവിടെ ആരോഗ്യം നന്നായിരിക്കണം, ആരോഗ്യസ്ഥിതി നന്നായിരിക്കണം, നല്ല ഭക്ഷണം നമുക്ക് കിട്ടണം, സമയത്തിന് തന്നെ ഏറ്റവും അടുത്ത് പെട്ടെന്ന് തന്നെ കിട്ടുക എന്നുള്ളതൊക്കെ പറഞ്ഞാൽ വളരെയധികം പ്രധാനപ്പെട്ടതാണ്. ഇവിടെ ഇപ്പോൾ ഒരു ഭക്ഷണം കൊടുക്കുക മാത്രമല്ല, വളരെയധികം പ്രവർത്തനങ്ങൾ നടത്തുന്നതായി നമ്മുടെ നോട്ടീസിൽ പറയുന്നുണ്ട്. നമ്മുടെ പഞ്ചായത്തിൽ തന്നെ ഈ സ്ഥാപനം തുടങ്ങി ലോൺ എടുത്തു, ഇത്രയും ലക്ഷം 58 ലക്ഷം ലോൺ എന്ന് കേട്ടപ്പോൾ തന്നെ നമുക്ക് പേടിയുണ്ടോ എന്ന് പറഞ്ഞു. പക്ഷെ എന്നിരുന്നാലും വ്യവസായ വകുപ്പിൻ്റെ ഒരു സഹായം, സബ്സിഡി നമുക്ക് ഉണ്ടായിരിക്കും, തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഗവൺമെൻറ് തലത്തിൽ സഹായിക്കേണ്ട ഇങ്ങനൊരു സംരംഭം നിലനിർന്നു പോകുമ്പോൾ അവരെ സംരക്ഷിക്കേണ്ട, സഹായിക്കേണ്ട ഒരു ബാധ്യത കൂടി കുടുംബശ്രീക്കും ഒക്കെ ഉണ്ട് എന്നുള്ളത് കൂടി കൂട്ടിച്ചേർത്ത് ഇവിടെ സ്വന്തമായി ഉള്ള ഒരു കെട്ടിടത്തിൽ ഇങ്ങനൊരു അന്നസ്ത്രീ എന്ന് പറയുന്ന പ്രൊഡക്ഷൻ യൂണിറ്റ് വളരെ ഭംഗിയോടുകൂടി, വളരെ സ്നേഹത്തോടു കൂടി, നല്ലൊരു മനസ്സായി ഒരുമിച്ചത് പ്രവർത്തിക്കാനായിട്ട് കഴിയണം. എല്ലാം വിരൽത്തുമ്പത്താണ് ഇപ്പോൾ. എല്ലാം ബട്ടണമർത്തിയാൽ നമുക്കെല്ലാം മുറ്റത്ത് കിട്ടുന്നൊരു സംവിധാനത്തിലാണ് നമ്മുടെ കാലഘട്ടം കടന്നു പോകുന്നത്. നമുക്ക് ഇതെല്ലാം ഉപകാരപ്രദമായി തന്നെ നമുക്ക് ലഭിക്കും. അതുകൊണ്ട് തന്നെ ഇവിടെ ഓൺലൈൻ സംവിധാനമുണ്ട്. അതുപോലെ തന്നെ വളരെയധികം ഇത് പ്രതീക്ഷിച്ച് ഈ അന്നസ്ത്രീ എന്ന് പറയുന്ന സംരംഭം വളരെ ദീർഘകാലമായതുകൊണ്ട് തന്നെ, കുറേ പ്രവർത്തനങ്ങൾ ഇതിനു മുന്നേ നടത്തിയത് കൊണ്ട് തന്നെ എല്ലാ മേഖലകളിലേക്കും കടന്നു ചെല്ലാൻ കൂടി ഇവർക്ക് സാധിക്കും എന്നുകൂടി ഓർമ്മപ്പെടുത്തി എല്ലാവിധ ആശംസകളും മാടക്കത്തറ ഗ്രാമപഞ്ചായത്തിന് വേണ്ടി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. 2008 ഐഫ്രം എന്നുള്ള അധ്യാപക ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫുഡ് റിസർച്ച് ആൻഡ് ഹോസ്പിറ്റാലിറ്റി മാനേജ്മെൻറ്റ് എന്നുള്ള സ്ഥാപനം തൃശ്ശൂരെ കുടുംബശ്രീയുടെ കീഴിൽ, തൃശ്ശൂർ ജില്ലാ മിഷൻ്റെ കീഴിൽ തുടങ്ങുന്നത്. അന്ന് ഞങ്ങൾക്ക് നേതൃത്വം നൽകിയ പ്രിയപ്പെട്ട DMC ഒക്കെ ഈ വേദിയിലുണ്ട്. അത് ഞങ്ങൾക്ക് വളരെ ഒരു നന്ദിപൂർവ്വമുള്ളൊരു മുഹൂർത്തമാണത്. അപ്പോൾ പ്രധാനമായിട്ടും കുടുംബശ്രീ കുടുംബങ്ങളിൽപ്പെട്ട ഹോട്ടൽ മാനേജ്മെൻറ്റ് കഴിഞ്ഞ വിദഗ്ധരായ ആളുകളെ ചേർത്താണ് ഈ കുടുംബശ്രീയുടെ ഈ സംരംഭം രൂപീകരിച്ചത്. ലക്ഷ്യമെന്ന് പറയുന്ന ഈ മേഖലയിലെ കുടുംബശ്രീ സംരംഭകർക്ക് വേണ്ട പരിശീലനവും പിന്തുണയും നൽകുക എന്നുള്ളതാണ് ഈ സംരംഭത്തിൻ്റെ ഉദ്ദേശമായിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഒരു സംരംഭമായിട്ട് തന്നെ മുന്നോട്ട് വരിക, പ്രവർത്തനം ക്ഷമമാക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഐഫ്രം അതിൻ്റെ പ്രവർത്തനങ്ങളിൽ 17 വർഷം പൂർത്തീകരിക്കുകയാണ്. അപ്പോൾ വളരെ കൃതജ്ഞതയോടുകൂടി, വളരെ അഭിമാനത്തോടുകൂടി കുടുംബശ്രീയോടുകൂടി ചേർന്ന് ഒരുപാട് സംരംഭങ്ങൾക്ക് മുന്നേറ്റം നടത്താൻ ഐഫ്രത്തിന് സാധിച്ചിട്ടുണ്ട്. ഇന്ന് കുടുംബശ്രീയുടെ തന്നെ ഏറ്റവും ശക്തമായ ഒരു സംരംഭ മേഖലയായിട്ട് കുടുംബശ്രീ കാറ്ററിംഗ് അല്ലെങ്കിൽ ക്യാൻറ്റീൻ അല്ലെങ്കിൽ ഫുഡ് സെക്ടറിനെ മാറ്റാൻ കുടുംബശ്രീയോട് ചേർന്ന് ഉള്ള പ്രവർത്തനത്തിലൂടെ ഐഫ്രത്തിന് കഴിഞ്ഞ കാലഘട്ടത്തിൽ സാധിച്ചിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ കേരളത്തിലെ കുടുംബശ്രീയുടെ പ്രവർത്തനങ്ങൾ ഇന്ന് ദേശീയ തലത്തിൽ തന്നെ എല്ലാ സംസ്ഥാനങ്ങളും മാതൃകയാക്കി വനിതകൾക്ക് മുന്നേറാവുന്ന സഹജമായ സ്കില്ലുള്ളൊരു മേഖലയായി കണ്ടെത്തുകയും ഇന്ത്യയിൽ മറ്റുള്ള സംസ്ഥാനങ്ങളിലും നമ്മുടെ ഈ കഫേ കുടുംബശ്രീ എന്നുള്ള മാതൃക വിജയകരമായി നടപ്പിലാക്കാനും അത്തരത്തിൽ കേരളത്തിലെ കുടുംബശ്രീക്ക് മാതൃകാപരമായൊരു പ്രവർത്തനം കാഴ്ചവെക്കാനും സാധിച്ചിട്ടുണ്ട്. ഇന്ന് നമ്മൾ ബീഹാറിൽ നിന്ന് ദീദി കി രസോയ് എന്നുള്ള പേരിൽ 200ഓളം യൂണിറ്റുകൾ തുടങ്ങി. അതേപോലെ മധ്യപ്രദേശ്. ഇന്ന് നമ്മൾ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഭക്ഷ്യമേളകളെ സംഘാടനം ചെയ്യുന്നത് ഇന്ത്യ ഫുഡ് കോർട്ട് എന്നുള്ള പേരിൽ കുടുംബശ്രീയാണ്. അത്തരത്തിൽ കേവലം സംരംഭത്തിൻ്റെ ഈ സംരംഭത്തിൻ്റെ വിവിധ മാതൃകകൾ, പിങ്ക് കഫേ, ചെറിയ നാനോ യൂണിറ്റുകൾ, കഫേ യൂണിറ്റുകൾ, കാറ്ററിംഗ് യൂണിറ്റുകൾ, ഇപ്പോൾ പുതിയതായിട്ടുള്ള എയർ കണ്ടീഷൻ ചെയ്ത നമ്മുടെ മറ്റ് അത്യാധുനിക എല്ലാ ഭക്ഷണശാലകളെയും കിടപിടിക്കാവുന്ന രീതിയിൽ നമ്മുടെ കുടുംബശ്രീ സംരംഭകരെ കൊണ്ടുവരുന്നതിനായി സർക്കാർ പ്രീമിയം കഫേ എന്നുള്ള രീതിയിൽ അത്യാധുനിക സംവിധാനമുള്ള നമ്മുടെ വനിതകൾക്ക് ഏറ്റവും മികച്ച വരുമാനത്തിലേക്ക് ഉയർത്താവുന്ന ആധുനിക സൗകര്യങ്ങളോട് കിടപിടിക്കുന്ന ഭക്ഷണശാലകളും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കാലഘട്ടത്തിനനുസൃതമായി വനിതാ സംരംഭകരുടെ പ്രവർത്തനശേഷിയും മെച്ചപ്പെടുത്തുകയും അവർക്ക് കൂടുതൽ അവസരങ്ങൾ ലഭ്യമാക്കുന്നതിനും കുടുംബശ്രീയും സർക്കാരും വളരെ ആത്മാർത്ഥമായ ഇടപെടലുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അന്നശ്രീ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രധാനമായിട്ടും നമ്മുടെ ഒരുപാട് കാർഷിക മേഖലയിൽ ഒരുപാട് സംരംഭകരുണ്ട്. അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് മൂല്യവർദ്ധിതമായ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുക, അച്ചാറുകൾ, കറി പൗഡറുകൾ, അതേപോലെ അവരുടെ
ഫ്രഷായുള്ള വെജിറ്റബിൾ, കട്ട് ഫ്രൂട്ട്സുകൾ, വെജിറ്റബിൾ, അതേപോലെ തന്നെ ഇത്തരം ഭക്ഷണങ്ങളെ മൂല്യവർദ്ധിതമായ കാറ്ററിംഗ് ഉൽപ്പന്നങ്ങൾ, അതേപോലെ ഫാം ഫ്രഷ് ആയിട്ടുള്ള കൃഷിക്കാർ ഉൽപ്പാദിപ്പിക്കുന്ന പച്ചക്കറികൾ ഉപയോഗിച്ചുകൊണ്ടുള്ള കഫേകൾ, ഭക്ഷണശാലകൾ, അത്തരത്തിൽ കുടുംബശ്രീയുടെ ഒരുപാട് JLG ഗ്രൂപ്പുകളുണ്ട്, കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്ന ഗ്രൂപ്പുകളുണ്ട്. അത്തരം പ്രാദേശികമായ ഉൽപ്പന്നങ്ങളെ പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി മാറ്റുകയും അതോടൊപ്പം തന്നെ കാലഘട്ടത്തിൻ്റെ നൂതനമായ ആശയങ്ങൾ, ഓൺലൈൻ സംവിധാനം, അതേപോലെ വ്യത്യസ്തമായ പുതിയ കാലഘട്ടത്തിനനുസൃതമായ കാറ്ററിംഗ് സേവനങ്ങൾ, ഇവൻറ്റ് മാനേജ്മെൻറ്റ് സേവനങ്ങൾ, അത്തരത്തിൽ നമ്മുടെ ജില്ലയിലുള്ള വിവിധ കുടുംബശ്രീ യൂണിറ്റുകൾക്കും അവരുടെ ഒരു പ്രൊഡക്ഷൻ കേന്ദ്രമായിട്ട്, ഇപ്പോൾ സൗകര്യമില്ലാത്ത അത്രയും വേണ്ടത്ര സൗകര്യമില്ലാത്ത യൂണിറ്റുകൾക്ക് അവരുടെ ഒരു പ്രൊഡക്ഷൻ കേന്ദ്രമായിട്ടും കൂടി ഉപയോഗിക്കാവുന്ന രീതിയിലാണ് ഈ സെൻറ്റർ നമ്മൾ വിഭാവനം ചെയ്തിട്ടുള്ളത്. പറഞ്ഞ പോലെ തന്നെ, നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ, ഏറ്റവും ആരോഗ്യകരമായ ശുചിത്വപൂർണ്ണമായ രീതിയിൽ ഭക്ഷണം പാചകം ചെയ്യുന്നതിന് അനുസരിച്ചിട്ടുള്ള ആസൂത്രണമാണ് നമ്മൾ ഈ അടുക്കളയിൽ ചെയ്തിട്ടുള്ളത്. കൂടുതലും സ്ത്രീകൾക്ക് ഉപയോഗിക്കാവുന്ന രീതിയിലൊരു വിമൺ ഫ്രണ്ട്ലി ഡിസൈൻ എഞ്ചിനീയറിംഗ് ആണ് അതിൽ ചെയ്തിട്ടുള്ളത്. വലിയ ഭാരങ്ങളൊക്കെ എടുക്കാതെ തന്നെ സ്ത്രീകൾക്ക് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാവുന്ന രീതിയിലുള്ള കിച്ചനാണ് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. അതിൽ സ്റ്റീം കിച്ചൺ ഉണ്ട്, അതേപോലെ സ്ലോ കുക്കിംഗ് മെത്തേഡ്, ഏറ്റവും ചെറിയ തീ ഉപയോഗിച്ച് പാചകം ചെയ്യാവുന്ന രീതിയിൽ സ്ലോ ഫയർ കുക്കിംഗ് മെത്തേഡുകളാണ് ഇതിൽ നമ്മൾ പ്രാവർത്തികമാക്കിയിട്ടുള്ളത്. അതേപോലെ തന്നെ അടുക്കള പൂർണ്ണമായിട്ടും 304 സ്റ്റീലിലാണ് നമ്മൾ ക്രമീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും തിളച്ച വെള്ളവും സോപ്പൊക്കെ ഉപയോഗിച്ച് ഏറ്റവും ശുചിത്വപൂർണ്ണമായ അടുക്കള സംരക്ഷിക്കുന്നതിനുള്ള രീതിയിലുള്ള ആധുനിക ഉപകരണങ്ങളാണ് സജ്ജീകരിച്ചിട്ടുള്ളത്. അത്തരത്തിൽ ഭക്ഷ്യസുരക്ഷയുടെ കാര്യത്തിലാണെങ്കിലും ശുചിത്വത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും പരമാവധി മൂല്യം ഉറപ്പുവരുത്താവുന്ന രീതിയിലുള്ള സജ്ജീകരണങ്ങളാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനിയും ഇതിലൂടെ വ്യത്യസ്തമായ സംരംഭങ്ങൾക്ക് പിന്തുണ നൽകാനും അതോടൊപ്പം തന്നെ ഇൻഫ്രാസ്ട്രക്ചർ സൗകര്യം കുറഞ്ഞ യൂണിറ്റുകൾക്ക് വലിയ കാറ്ററിംഗ് യൂണിറ്റുകൾ നടത്താൻ അവർക്കൊരു കിച്ചനായിട്ടും കൂടി പ്രയോജനപ്പെടുത്താവുന്ന രീതിയിലാണ് ഈ അന്നശ്രീ എന്നുള്ള പദ്ധതി ആസൂത്രണം ചെയ്തിട്ടുള്ളത്. ഇതിനെ ഞങ്ങളെ കൈപ്പിടിച്ച് നടത്തിയ ഒരുപാട് സഹായ കേന്ദ്രങ്ങളുണ്ട്. പ്രത്യേകിച്ചും അഗ്രി ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട്, അതേപോലെ ജില്ലാ വ്യവസായ കേന്ദ്രം ഞങ്ങൾക്ക് എന്നും മാർഗനിർദ്ദേശം നൽകി ഞങ്ങളെ കൈപ്പിടിച്ച് നടത്തുന്ന കുടുംബശ്രീ എന്ന മഹത്തായ പ്രസ്ഥാനം, എല്ലാവരെയും വളരെ കൃതജ്ഞതാപൂർവ്വം ഈ നിമിഷത്തിൽ ഓർക്കുകയാണ്. പിന്നെ ഞങ്ങൾക്ക് എല്ലാ മാർഗനിർദ്ദേശം നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട ജനപ്രതിനിധികളെയും, ഞങ്ങളുടെ പ്രിയപ്പെട്ട വഴികാട്ടികളായ ജ്യോതിഷ് സാർ ഉൾപ്പെടെയുള്ള വഴികാട്ടികളായ ഉദ്യോഗസ്ഥരെയും പ്രത്യേകം ഓർമ്മിക്കുകയാണ്. അതേപോലെ ഡോക്ടർ രജിതൻ സാറ്, അദ്ദേഹം ഒരുപാട് ആശയങ്ങൾ ചർച്ച ചെയ്യാറുണ്ട്, ഒരുപാട് പുതിയ ഗവേഷണങ്ങൾ, താല്പര്യങ്ങൾ, എന്നും നല്ല ഭക്ഷണം ജനങ്ങൾക്ക്, ഡോക്ടർ മാത്രമല്ല നല്ല ഭക്ഷണം ജനങ്ങൾക്ക് എത്തിക്കണമെന്നുള്ള പ്രത്യേകം താല്പര്യമെടുത്ത് പ്രവർത്തിക്കുന്ന ഡോക്ടറാണ്. കഴിഞ്ഞ ഒരു 15 വർഷം മുമ്പെയാണ് 7 സിസ്റ്റർ ഗൂസ്ബെറി ജ്യൂസ് എന്നുള്ള നെല്ലിക്ക ജ്യൂസിൻ്റെ 7 തരത്തിലുള്ള വ്യത്യസ്തമായ രുചിഭേദങ്ങൾ കൊണ്ടുവന്നത്. അത് നമ്മൾ ഈ ഗവേഷണങ്ങളെല്ലാം കുടുംബശ്രീ വനിതകളുടെ ഉപജീവനത്തിന് കരുത്ത് പകരാവുന്ന രീതിയിലാണ് അദ്ദേഹം ഞങ്ങളെ സഹായിച്ചിട്ടുള്ളത്. അന്ന് ഔഷധിയിൽ നിന്ന് തന്നെ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ കുറച്ച് യൂണിറ്റുകൾക്ക് ജ്യൂസറൊക്കെ നൽകുകയുണ്ടായി. ഇന്ന് നെല്ലിക്ക ജ്യൂസിലൂടെ നമ്മൾ ഏകദേശം 1 കോടിയിൽ പരം രൂപ നമ്മുടെ വനിതകൾ വരുമാനം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ നൂതനമായ, ഇപ്പോൾ അട്ടപ്പാടിയിൽ നമ്മൾ പരമ്പരാഗത വിഭവങ്ങൾ വെച്ചിട്ട് അവിടുത്തെ ഭക്ഷണചര്യകളെല്ലാം പഠിച്ചിട്ട് അവിടുത്തെ കോഴിജീരകം പോലെയുള്ള ഉൽപ്പന്നങ്ങൾ എല്ലാം ഉൾപ്പെടുത്തിയിട്ടാണ് വനസുന്ദരി എന്നുള്ള പ്രശസ്തമായ ഇപ്പോൾ സംസ്ഥാന സർക്കാർ തന്നെ കേരളത്തിൻ്റെ ഔദ്യോഗിക ഭക്ഷണങ്ങളുടെ ശൃംഖലയിൽ ഈ വനസുന്ദരിനെ ഉൾപ്പെടുത്തുകയുണ്ടായി. അത്തരത്തിൽ സംരംഭകർക്ക് മുതൽക്കൂട്ടാവുന്ന പുതിയ ഭക്ഷണങ്ങളുടെ ഗവേഷണത്തിനും പ്രചരണത്തിനും ഒക്കെ നമുക്ക് ഈ കേന്ദ്രം ഉപയോഗിക്കാം. തീർച്ചയായിട്ടും അതേപോലെ തന്നെ ഈ പഞ്ചായത്ത് ഞങ്ങൾക്ക് അകമഴിഞ്ഞ പിന്തുണയാണ് നൽകുന്നത്. ത്രിതല പഞ്ചായത്ത് സംവിധാനം, പഞ്ചായത്ത്, അതേപോലെ ബ്ലോക്കിൻ്റെ ഭാഗത്തുനിന്നും എല്ലാവരും വളരെ ആവേശപൂർണമായ ഒരു സമീപനമാണ് നൽകി വന്നിട്ടുള്ളത്. അത്തരത്തിൽ പ്രാദേശികമായ വനിതകൾക്ക് അവരുടെ നൈപുണ്യം വികസിപ്പിച്ചെടുക്കാനും അവർക്ക് പുതിയ പുതിയ തൊഴിൽ സാധ്യതകൾ കണ്ടെത്താനും തീർച്ചയായിട്ടും ഞങ്ങൾ പഞ്ചായത്തിനോടും ഇവിടുത്തെ പ്രദേശത്തോടെല്ലാം കടപ്പെട്ടിരിക്കുന്നു. അതിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ പ്രവർത്തനങ്ങളിൽ ഉറപ്പ് തരികയാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടെ കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. എല്ലാവരുടെയും അംഗീകാരത്തിനായി സമർപ്പിക്കുന്നു. നന്ദി. നമ്മുടെ പ്രിയപ്പെട്ട അധ്യക്ഷൻ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജിവിയുടെ അഡ്വക്കേറ്റ് രാജൻ, മറ്റു വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ, നേരത്തെ അജയൻ സൂചിപ്പിച്ചതുപോലെ
ഇന്ന് നമുക്ക് രോഗങ്ങൾക്കൊക്കെ ഉള്ള ഒരു പ്രധാന കാരണം ആഹാരം തന്നെയാണ്. അപ്പോൾ ആഹാരം തന്നെയാണ് ഔഷധം എന്നുള്ള രീതിയിൽ നമ്മൾ പോകും. ഔഷധം തന്നെയാണ് ആഹാരം, അതേമാതിരി ആഹാരം തന്നെയാണ് ഔഷധം, ഇങ്ങനെ രണ്ട് തരത്തിലും പറയാം. അതുപോലെ തന്നെ നമ്മുടെ ആരോഗ്യമാണ് സർവ്വധനാൽ പ്രധാനം. ഈ ഒരു മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വേണം ഈ അന്നശ്രീയും കുടുംബശ്രീയും ഒക്കെ മുന്നോട്ട് പോകാൻ. ഇന്ന് നമ്മൾ നേരത്തെ അച്ഛൻ പറഞ്ഞ പോലെ പുതിയ പുതിയ ഭക്ഷണ രീതികൾ, അതായത് നമ്മുടെ പരമ്പരാഗത ശൈലിയിൽ ഉൾക്കൊണ്ടുള്ള ഭക്ഷണ രീതികളാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. ഈ നാട്ടിലെ വിഭവങ്ങൾ നമ്മൾ വേണ്ട രീതിയിൽ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി മാറ്റി അത് നമ്മൾ ഉപയോഗപ്പെടുത്തണം. അതുപോലെ തന്നെ ഈ പ്രദേശത്ത് കിട്ടുന്ന ഭക്ഷ്യവിഭവങ്ങൾ ഇവിടെ കൊണ്ടുകൊടുത്ത് നല്ല ഭക്ഷണങ്ങൾ നമ്മുടെ നാട്ടിൽ ലഭ്യമാക്കാനുള്ള അവസരം ഉണ്ടാക്കേണ്ടതാണ്. ഒരു സ്ഥാപനത്തിന്, ഒരു വീടിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും പരിഭാവനമായി സൂക്ഷിക്കേണ്ട ഭാഗം അതിൻ്റെ ഭക്ഷണ നിർമ്മാണശാല എന്ന് പറഞ്ഞാൽ, അതായത് നിർമ്മിക്കുന്ന സ്ഥലമാണ് ഏറ്റവും പരിഭാവനമായി സൂക്ഷിക്കേണ്ടത്, ഏറ്റവും വൃത്തിയോടുകൂടി സൂക്ഷിക്കേണ്ടത്. കാരണം എല്ലാ അസുഖങ്ങളുടെയും പ്രധാനപ്പെട്ട സ്ഥലം അടുക്കള തന്നെയാണ്. അപ്പോൾ ആ അടുക്കള നല്ല രീതിയിൽ സൂക്ഷിക്കുക, നല്ല രീതിയിൽ പരിപാവനമായി സൂക്ഷിക്കുക എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതാണ്. അതിനുള്ളൊരു പ്രധാന അത്രയും പരിപാവനമായ രീതിയിൽ കാണുന്ന ഒരു ഇവിടുത്തെ കിച്ചൺ നല്ല രീതിയിൽ തന്നെയാണ് കാണുന്നത്. കാരണം നല്ല വെളിച്ചം, നല്ല വായു, ഇവിടെ നോക്കുകയാണെങ്കിൽ ഓക്സിജൻ്റെ ലഭ്യത വളരെ, നമ്മൾ ടൗണിനെ അപേക്ഷിച്ച് വളരെ നല്ല ഓക്സിജൻ ലഭ്യതയുള്ളൊരു സ്ഥലമാണ്. നന്നായി മരങ്ങളൊക്കെ ഉള്ളൊരു സ്ഥലമാണ്. ഇങ്ങനെയുള്ള ഒരു സ്ഥലം തന്നെ ഈ ഇതിനു വേണ്ടി തിരഞ്ഞെടുത്തത് വളരെ നല്ലതായിട്ടാണ് തോന്നുന്നത്. അതുപോലെ തന്നെ ഈ ഭാഗത്തുള്ള പ്രാദേശിക വിഭവങ്ങൾ ഉപയോഗിച്ചിപ്പോൾ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ പലതും ഉണ്ടാവും. അപ്പോൾ ഉദാഹരണത്തിന് നമുക്ക് ചെമ്പരത്തിയൊക്കെ കിട്ടുകയാണെങ്കിൽ ചെമ്പരത്തിയുടെ ചായ, ഈ ഹൈബിസ്കസ് ടീ എന്ന് പറഞ്ഞിട്ട് വലിയ 4 സ്റ്റാർ ഹോട്ടലിലും 5 സ്റ്റാർ ഹോട്ടലിലൊക്കെ കിട്ടുന്നത് നിങ്ങൾക്കിത് ചുരുങ്ങിയ വിലയ്ക്ക് ഇവിടെ കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇവിടെ നന്നായി വാഴയൊക്കെ ഉണ്ടാകുന്ന സ്ഥലമാണ്. ഈ വാഴപ്പഴമൊക്കെ ഉണക്കി എല്ലാ സമയത്തും നമ്മൾ വാഴപ്പഴം മാത്രമായിട്ട് ഉപയോഗിച്ചിട്ട് നമ്മൾക്കതൊരു ഈ പഴം മാത്രമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നാൽ പറ്റില്ല. അത് നമുക്ക് പലതും ചീഞ്ഞു പോവുകയൊക്കെ ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഉണക്കി സൂക്ഷിച്ചിട്ട് ഒരു മൂല്യവർദ്ധിതമായ ഉൽപ്പന്നമാക്കി മാറ്റാൻ പറ്റും. ഇന്ന് നമ്മൾ പ്രധാനമായിട്ട് ഇന്നിപ്പോൾ അരി ആഹാരങ്ങളും ഗോതമ്പ് ഉപയോഗിച്ചുള്ള ആഹാരങ്ങളാണ് കൂടുതൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ നിന്നൊരു കാരണം നമ്മൾ ദേഹം അനങ്ങി ജോലി ചെയ്യുന്ന ആൾക്കാർ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മിക്കവാറും എല്ലാവരും ഒന്നല്ലെങ്കിൽ നടക്കുക എന്നുള്ള ഇതുകളൊന്നും കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പല രോഗങ്ങൾക്കും കാരണമാണ്. കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് നമ്മുടെ ശരീരത്തിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അന്നശ്രീ ഇതിൽ ഇപ്പോൾ മില്ലറ്റ്സ് ഉപയോഗിച്ചുള്ള ഭക്ഷണ രീതികൾക്ക് ഒരു പ്രാധാന്യം കൊടുക്കണമെങ്കിൽ നന്നായിരിക്കും. ഇപ്പോൾ മില്ലറ്റ്സ്, ഇപ്പോൾ ഈ കോഡോ മില്ലറ്റ്, പ്രോസോ മില്ലറ്റ്, അതുമാതിരി റാഗി, നമ്മുടെ റാഗി തുടങ്ങിയുള്ളത് കൊണ്ടൊക്കെ നമുക്ക് ഇഡ്ഡലി, ദോശ അതൊക്കെ ഉണ്ടാക്കി വിതരണം ചെയ്യാവുന്നതാണ്. അങ്ങനത്തെ ഒരു പുതിയൊരു സംസ്കാരം നമ്മൾ അന്നശ്രീ കൂടെ ഉണ്ടാക്കിയെടുക്കുന്നതും നന്നായിരിക്കും. അങ്ങനെ നല്ലൊരു പുതിയ ഭക്ഷ്യ സംസ്കാരം നമ്മൾ ഈ അന്നശ്രീ കൂടെ ഉണ്ടാക്കിയെടുക്കണം എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് എല്ലാവിധ ഭാവങ്ങളും എൻ്റെ ഭാഗത്തുണ്ടാവും. എൻ്റെ ഭാഗത്തുനിന്ന് എന്ത് ആവശ്യമുണ്ടെങ്കിലും എൻ്റെ സഹായം ഉണ്ടാവും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. പ്രിയപ്പെട്ട അധ്യക്ഷൻ, പ്രിയങ്കരനായ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്, അതുപോലെ ഇത് ഉദ്ഘാടനം ചെയ്ത നമ്മുടെ പ്രിയങ്കരനായ മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇന്ദിരാ മോഹൻ, വേദിയിലെ സദസ്സിലെയും കുടുംബശ്രീയുടെ മുൻ പ്രോജക്റ്റ് കോർഡിനേറ്റർ ജ്യോതിഷ് ഉൾപ്പെടെ വേദിയിലിരിക്കുന്ന അജയ്, അതുപോലെ തന്നെ രതി, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എന്തായാലും വളരെ സന്തോഷത്തോടു കൂടിയാണ് ഇങ്ങനൊരു ചടങ്ങിൽ പങ്കെടുക്കാൻ കുറച്ച് നേരം വൈകി എന്നാലും എത്തിയത്. ഞാൻ അതിൻ്റെ മുന്നിലൂടെ പോയി, പെട്ടെന്ന് ബോർഡ് കണ്ടില്ല, എന്നിട്ട് തിരിച്ചു വരികയായിരുന്നു. ഏതായാലും കുടുംബശ്രീയുടെ പണ്ട് ജോസ് സാർ എപ്പോഴും കുടുംബശ്രീ യോഗങ്ങളിൽ വരുമ്പോൾ പറയുന്നൊരു കാര്യമുണ്ട്, സ്ത്രീകൾക്കറിയാവുന്ന രണ്ട് കാര്യമാണ്, ഒന്ന് വാചകം, ഒന്ന് പാചകം. അപ്പോൾ അതുകൊണ്ട് കുടുംബശ്രീ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഈ പാചകവുമായി ബന്ധപ്പെട്ട മേഖലകളിൽ ഏറ്റവും കൂടുതൽ സക്സസ് ആവുമെന്ന് അദ്ദേഹം പറയാറുണ്ട്.
അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് കുടുംബശ്രീയുടെ കുറേ പ്രോജക്റ്റുകൾ നമ്മുടെ സംസ്ഥാനത്തൊട്ടാകെ പടർന്നു പന്തലിച്ച് കിടക്കുന്ന പ്രോജക്റ്റുകൾ നോക്കിയാൽ ഏറ്റവും കൂടുതൽ സക്സസ് ആയ പ്രോജക്റ്റുകൾ ഭക്ഷണവുമായി ബന്ധപ്പെട്ട പ്രോജക്റ്റുകളാണ്. അതല്ലാത്ത കുറേ പ്രോജക്റ്റുകൾ കുടുംബശ്രീ തുടങ്ങി. അത് മുഴുവൻ ഇപ്പം നിലനിൽക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ കുറച്ചേ ഉള്ളൂ. പക്ഷേ ഭക്ഷണവുമായി ബന്ധപ്പെട്ട ഹോട്ടലുകൾ അല്ലെങ്കിൽ ഇതുപോലെയുള്ള കഫേകൾ അങ്ങനെ തുടങ്ങി നൂറുകണക്കിന് പ്രോജക്റ്റുകൾ ഇപ്പോഴും ലൈവായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അത് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഇൻഡസ്ട്രി കൂടിയാണ് ഫുഡ് ഇൻഡസ്ട്രി. ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഇൻഡസ്ട്രിയാണ് ഫുഡ് ഇൻഡസ്ട്രി. അപ്പോൾ അത് നമ്മളൊക്കെ അതിൻ്റെ ഒരു എന്താ പറയുക ആധുനികവൽക്കരണത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കണേ ഉള്ളൂ. പല സ്ഥലത്തും പോയാൽ ഇതിൻ്റെ ഇപ്പോൾ ഈ മോഡേൺ കിച്ചൺ സിസ്റ്റം തന്നെ നമ്മുടെ അവിടെ വന്നു തുടങ്ങിയിട്ടൊരു 5-6 വർഷം, പരമാവധി 10 വർഷം. പക്ഷേ പല സ്ഥലത്തും പോയാൽ കിച്ചൺ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോകും. അത്രയധികം ആളുകളൊന്നും ബാംഗ്ലൂർ പോലുള്ള സ്ഥലങ്ങളൊന്നും വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നില്ല. ഒക്കെ സമയത്തിനനുസരിച്ച് ഓർഡർ ചെയ്ത് ഫ്ലാറ്റുകളിൽ എത്തിച്ചു കൊടുക്കുന്ന സിസ്റ്റത്തിലേക്ക് പല മെട്രോ നഗരങ്ങളും മാറി. അപ്പോൾ ഇത്തരം പ്രോജക്റ്റുകൾക്ക് ഇനി ഭാവിയിൽ സാധ്യത കൂടുതലാണ്. പ്രത്യേകിച്ച് അജയൻ ഒരു ട്രെയിനറൊക്കെ ആയിട്ടാണ് കുടുംബശ്രീയിൽ വന്നത്. വളരെ സ്വസിദ്ധമായ ചിരിയോടുകൂടി വളരെ ലാളിത്യത്തോടു കൂടി ആണ് അജയൻ എല്ലാവരോടും ഇടപെടാറ്. എൻ്റെ ഒരു അയൽ നാട്ടുകാരൻ കൂടിയാണ്. അപ്പോൾ പല കാര്യങ്ങൾക്കും ഞാൻ പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്ന സമയത്തൊക്കെ അജയനെ ഞങ്ങൾ ആശ്രയിക്കാറുണ്ട്. അതുപോലെ രതിയും ഒക്കെ ആശ്രയിക്കാറുണ്ട് ഇത്തരം ട്രെയിനിങ് പ്രോഗ്രാമുകൾക്കും പ്രോജക്റ്റുകൾ ഇംപ്ലിമെൻ്റ് ചെയ്യാനൊക്കെ ആയിട്ട്. എന്തായാലും അജയൻ എന്നൊരു ആഗോള പ്രതിഭാസമായിട്ട് മാറിയിരിക്കുകയാണ്. ഇത്തരം കാര്യങ്ങളിലൊരു ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഒരു കൺസൾട്ടൻ്റ് ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അജയനാണ്. ഇത്രയും മനോഹരമായി ഏത് പ്രോജക്റ്റ് ഏറ്റെടുത്താലും അത് വിജയിപ്പിക്കാൻ കഴിയുന്ന രീതിയിൽ, ഇപ്പോൾ നേരത്തെ പറഞ്ഞ ബീഹാറിലും ഛത്തീസ്ഗഡിലും അതുപോലെ ആന്ധ്രയിലും അതുപോലെ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ ഇത്തരം പ്രോജക്റ്റുകൾ ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന കാര്യത്തിൽ ഒരു കൺസൾട്ടൻ്റായി എല്ലാ സ്ഥലത്തും ഓടി നടക്കുന്ന ആളാണ് അജയൻ. അപ്പോൾ അജയനെ കേരളത്തിൽ മാത്രമായിട്ട് ഒതുക്കാൻ കഴിയുന്നൊരു സ്ഥിതിയില്ല. എന്തായാലും അത് കുടുംബശ്രീക്ക് ഒരു അസറ്റാണ്. കുടുംബശ്രീയുടെ ത്രൂവിലൂടെ വന്ന ഒരാൾ ഇന്ത്യ മുഴുവൻ ഇത്തരം തൊഴിലുണ്ടാക്കി കൊടുക്കുന്ന, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് തൊഴിലുണ്ടാക്കി കൊടുക്കുന്ന ഒരു മേഖലയുടെ വഴികാട്ടിയാവാൻ സാധിക്കുന്നു എന്നുള്ളത് കുടുംബശ്രീക്ക് തന്നെ ഏറ്റവും വലിയ അഭിമാനം പകരുന്ന ഒന്നാണ്. അതുപോലെ രതിയായാലും ഞങ്ങൾ കുറേ പ്രോജക്റ്റുകൾ പരീക്ഷ, അത് ജ്യോതിഷ് സാറിനൊക്കെ അറിയാം, വളരെ കഷ്ടപ്പെട്ട് കുറേ കാര്യങ്ങൾ ചെയ്ത ആളുകളാണ്. പക്ഷെ അത് 100% സക്സസ് ആയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. അവസാനം ഇപ്പോൾ ഇത് ആർക്കുമില്ലാതെ കിടക്കുകയാണത്. മെഡിക്കൽ കോളേജിനകത്തെ ക്യാൻറ്റീനൊക്കെ ആർക്കുമില്ലാതെ കിടക്കുകയാണ്. അത് ഇനിയും സാധ്യതയുണ്ട് കുടുംബശ്രീക്ക് അവിടെ. പക്ഷേ നല്ല ഒരു ടീമിനെ കിട്ടുകയാണെങ്കിൽ വീണ്ടും സാധ്യതയുണ്ട്. അപ്പോൾ എന്തായാലും ഒരു നല്ല സംരംഭമാണ് അന്നശ്രീ ഇവിടെ ആരംഭിച്ചിട്ടുള്ള. അതിന് നേതൃത്വം കൊടുക്കുന്ന ആളുകൾ അതുപോലെ തന്നെ പരിചയസമ്പന്നരും സിൻസിയറുമായിട്ടുള്ള ആളുകളാണ്. അതുകൊണ്ട് ഇത് വിജയിക്കുമോ ഇല്ലേ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല, വിജയിക്കും. ഇതുപോലെയുള്ള സംരംഭങ്ങൾ ഇനിയും, മാടക്കത്ര എന്ന് പറയുമ്പോൾ ഒരു എല്ലാറ്റിനും മാതൃകയായിട്ടുള്ളൊരു പഞ്ചായത്താണ്. കാരണം മാടക്കത്രയുമായിട്ട് എനിക്ക് 10-30 കൊല്ലം മുമ്പത്തെ പരിഷത്തുമായി PLDP പഞ്ചായത്തിൻ്റെ സമയത്ത് തൊട്ടുള്ള അടുപ്പമുണ്ട്. അന്ന് സുരേന്ദ്രേട്ടനായിരുന്നു പ്രസിഡന്റ്. അപ്പോൾ അന്ന് ഡോക്ടർ MP പരമേശ്വരനും അതുപോലെയുള്ള ആളുകളുമൊക്കെ വന്ന് യഥാർത്ഥത്തിൽ അധികാര വികേന്ദ്രീകരണത്തിൻ്റെ ബീജാപാപം ചെയ്ത, അതായത് ഡീസെൻട്രലൈസേഷൻ എങ്ങനെ വേണമെന്ന് പരീക്ഷണാടിസ്ഥാനത്തിൽ നടപ്പിലാക്കിയ ആദ്യത്തെ പഞ്ചായത്തുകളിലൊന്നാണ് മാടക്കത്ര. PLDP ലോക്കൽ പാർട്ടിസിപ്പേറ്ററി ലോക്കൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ടുള്ള പ്രോഗ്രാമാണ് പിന്നീട് നമ്മുടെ ജനകീയ ആസൂത്രണമൊക്കെ ആയിട്ട് മാറിയത്. അപ്പോൾ അന്ന് തൊട്ടേ ഈ പഞ്ചായത്തുമായിട്ടൊരു ബന്ധമുണ്ട്. എന്തായാലും മാടക്കത്ര എന്ന് പറയുമ്പോൾ പുതിയ പ്രോജക്റ്റുകൾ, മോഡൽ പ്രോജക്റ്റുകളൊക്കെ വരുമ്പോൾ ആദ്യം മാടക്കത്രയുടെ പേരാണ് കേൾക്കുക. അതിനൊരു പശ്ചാത്തല സൗകര്യം മാടക്കത്രയിലുണ്ട്. എന്തായാലും പ്രസിഡന്റിനെ അഭിമാനിക്കാം. ഇതും ഒരു പ്രോജക്റ്റ് ഇവിടെ വന്നതിൽ ഇതിനെ എല്ലാവിധ ഇത് ഒന്നുകൂടി വളർന്ന് പന്തലിച്ച് കേരളത്തിലെ സ്ത്രീകൾക്ക് കൂടുതൽ തൊഴിൽ കൊടുക്കാൻ കഴിയുന്ന രീതിയിലുള്ള വലിയ സംരംഭമായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും. നമസ്കാരം. റവന്യൂ വകുപ്പ് മന്ത്രിമായ കെ രാജൻ അവർ
അതുപോലെ തന്നെ മാടക്കത്ര പഞ്ചായത്ത് പ്രസിഡന്റ് ഇന്ദിരാമോഹൻ അവർ, അതേപോലെ തന്നെ നമ്മുടെ ഡോക്ടർ രാജേന്ദ്രൻ സാർ, അതുപോലെ ജില്ലാ കോർഡിനേറ്റർ, മുൻ കോർഡിനേറ്റർ നമ്മുടെ ജ്യോതിഷ് കുമാർ, അതുപോലെ ഇപ്പോഴത്തെ കോർഡിനേറ്റർ കവിത മാം, അതുപോലെ തന്നെ വേദിയിലുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങൾ, വേദിയിലുള്ള സദസ്സിലുള്ള നമ്മുടെ പഞ്ചായത്തിൻ്റെ CDS ചെയർപേഴ്സൺ, അതുപോലെ തന്നെ എൻ്റെ മുന്നിലിരിക്കുന്ന CDS വൈസ് ചെയർപേഴ്സൺ, അതുപോലെ മുൻ പഞ്ചായത്ത് മെമ്പർ മിനി സുരേഷ്, അങ്ങനെ ഒട്ടനവധി ആൾക്കാരുണ്ട് ഈ സംരംഭത്തിന് നേതൃത്വം വഹിക്കുവാൻ. നമുക്കറിയാം, ഇന്ന് അന്നശ്രീ എന്ന ഫുഡ് പ്രൊഡക്ഷൻ എന്ന പേരിട്ടുകൊണ്ട് നമ്മുടെ രതി കുഞ്ഞിക്കുട്ടൻ സ്ഥലം വാങ്ങിക്കുമ്പോൾ തന്നെ ഇങ്ങനെയുള്ളൊരു ആശയം എന്നോട് പങ്കുവച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഈ ആശയം യാഥാർത്ഥ്യമാകും. അങ്ങനെ ഓരോ ചുവടും വെച്ചുകൊണ്ട് ഇന്നിപ്പോൾ ആ സ്വപ്നം സാക്ഷാത്കരിക്കാൻ പോവുകയാണ്. സാക്ഷാത്കരിച്ചു. നമുക്കറിയാവുന്ന കുടുംബശ്രീയുടെ കയ്യൊപ്പോടുകൂടി നമ്മുടെ കാർഷിക മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും കൂടി ചേർത്തുകൊണ്ട് അങ്ങനെയുള്ള നൂതന ആശയങ്ങളും നമുക്കറിയാം, നമ്മുടെ പരമ്പരാഗത രീതിയിലുള്ള ഭക്ഷണ വസ്തുക്കൾ നമ്മുടെ കുടുംബശ്രീ അടുക്കളയിൽ വെച്ച് കഴിഞ്ഞാൽ കുറേ ജനങ്ങൾ, എവിടെയൊക്കെ കാറ്ററിംഗ് സർവീസ് ഉണ്ടോ അവിടേക്കല്ല പോകുക ജനങ്ങൾ. നല്ല നല്ല രുചിയേറിയ ഭക്ഷണമുണ്ടോ അവിടേക്കാണ് ജനങ്ങൾ ഒഴുകിയെത്തുക. അതുകൊണ്ട് നല്ല ഗുണമേന്മയുള്ള മായം കലരാത്ത ഭക്ഷണം കൊടുക്കുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം. അതുകൊണ്ട് കുടുംബശ്രീ, നമുക്കറിയാം, കുടുംബശ്രീ ഇന്നിപ്പോൾ ലോകത്തിന് തന്നെ ആവുകയാണ്. എവിടെയുണ്ടോ കുടുംബശ്രീ അവിടെയെല്ലാം വിഭവങ്ങളുണ്ട്. നമ്മൾ കിലയിലൊക്കെ ചെന്നാൽ കുടുംബശ്രീയുടെ ആഹാരമാണ്. അതുപോലെ തന്നെ അതുപോലെ കുടുംബശ്രീയുടെ കാറ്ററിംഗ് സർവീസ് നടത്തുന്നത് വിളമ്പുന്നത് എല്ലാം കുടുംബശ്രീയുടെ ആൾക്കാരാണ്. കുടുംബശ്രീക്ക് അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിൽ നമ്മുടെ സംരംഭങ്ങൾ വളർത്താൻ വേണ്ടി സർക്കാർ കുറേ തൊഴിൽ സാധ്യതയ്ക്ക് വേണ്ടി ലോൺ കൊടുക്കുന്നുണ്ട്. അതിൽ നമ്മുടെ പഞ്ചായത്തിൻ്റെ കോർഡിനേറ്റർ കൂടിയായ അഞ്ജന അവിടെ ഇരിക്കുന്നുണ്ട്. അഞ്ജനയോട് അറിയാലോ, അഞ്ജന എല്ലാവർക്കും ലോൺ, ഇതുപോലെ തന്നെ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ നമുക്ക് ടൈലർ യൂണിറ്റ്, അതുപോലെ ഒട്ടനവധി സംരംഭങ്ങൾ നടത്താൻ അഞ്ജന ഭാഗമാറുണ്ട്. അതുപോലെ ബ്ലോക്ക് പഞ്ചായത്തിലും ഇതുപോലെ സബ്സിഡി അങ്ങനെ കൊടുക്കുന്നതിന് വേണ്ടി വിവിധ ആൾക്കാർ അവിടെ ഇരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ സംരംഭം ഇവിടെയൊക്കെ നമ്മുടെ മാടക്കത്തറയുടെ ഹൃദയഭാഗത്ത് ഈ ചുറ്റുവട്ടത്തിൽ തന്നെ 3-4 കാറ്ററിംഗ് സർവീസുണ്ട്. അതിനൊക്കെ വെല്ലുവിളിച്ച് കൊണ്ടാവണം നൂതനമായ, നമുക്കറിയാം, പരമ്പരാഗത രീതിയിലുള്ള ഭക്ഷണങ്ങൾ. ഉണ്ണിപ്പിണ്ടിയുണ്ട്, വാഴക്കല്ലുണ്ട്, നമുക്കറിയാം. അതൊക്കെ നമ്മുടെ കുട്ടികൾക്ക് അന്യം നിന്ന് പോയിരിക്കുന്ന സാധനങ്ങളാണ്. അതിനെയൊക്കെ തിരിച്ചു കൊണ്ടുവരണം. ഈ അന്നശ്രീ കൊണ്ട് നമുക്കത് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കണം. അതുകൊണ്ട് ഈ സംരംഭം പടർന്ന് പന്തലിച്ച് നല്ല നിലനിന്ന് പോകണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും, പ്രത്യേകിച്ച് രതിക്ക് എല്ലാവിധ ഭാവങ്ങളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഐഫ്രം ഈ ഒരു രൂപത്തിലേക്ക് വളരുന്നു കാണുമ്പോൾ വലിയൊരു സന്തോഷമുണ്ട്. എന്നുവെച്ചാൽ 2009 ഈ ഒരു പ്രസ്ഥാനം ആരംഭിക്കുമ്പോൾ നമ്മളുടെ ഏത് തരത്തിലേക്ക് അതിൻ്റെ ഒരു മുന്നോട്ട് പോക്ക് ഉണ്ടാവും എന്നുള്ളത് നമ്മൾ എന്തൊക്കെയാണോ പ്രതീക്ഷിച്ചിരുന്നത് അതിൻ്റെയും അങ്ങേ അറ്റത്തേക്ക് ഇതിനോടകം തന്നെ വളർന്നു വരാനായിട്ട് ഐഫ്രത്തിന് കഴിഞ്ഞിട്ടുണ്ട്. 2009 ഐഫ്രത്തിൻ്റെ തുടക്കം എന്ന് പറയുന്നത് ആരോട് മത്സരിച്ചിട്ടാണ്? ഇന്ത്യൻ കോഫി ഹൗസിനോട് മത്സരിച്ചിട്ടാണ് ഐഫ്രത്തിൻ്റെ തുടക്കം, അല്ലേ? 2009 സരസ്മേള നമ്മുടെ തേക്കിൻകാട് മൈതാനിൽ നടന്ന സമയത്ത് ആ സരസ്മേളയിൽ 1500 സ്ക്വയർ ഫീറ്റ് വീതം ഇന്ത്യൻ കോഫി ഹൗസിനും അതുപോലെ തന്നെ നമ്മളുടെ ഐഫ്രത്തിനും കൊടുത്തു. അല്ല, അതിന് കാരണങ്ങൾ വേറെ, അത് നമുക്ക് പിന്നീട് ആലോചിക്കാം. അപ്പോൾ അതിൽ ഒരു 10 ദിവസത്തെ സരസ്മേളയിൽ അതിൻ്റെ ടോട്ടൽ ടേൺ ഓവർ വന്നപ്പോൾ നമുക്ക് 2.5 ലക്ഷം രൂപയാണ് അന്ന് ടേൺ ഓവർ. 2009 കേട്ടോ, ഏതാണ്ട് 15 കൊല്ലം മുന്നേ. പക്ഷേ ഇന്ത്യൻ കോഫി ഹൗസിന് ടേൺ ഓവർ വന്നത് 1.25 ലക്ഷം. രണ്ടു കൂട്ടർക്കും ഒരേ സ്പേസാണ് കൊടുത്തത്, 1500 സ്ക്വയർ ഫീറ്റ്. അപ്പോഴേ നമ്മൾ കണക്ക് കൂട്ടിയിട്ടുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അജയൻ ടീമുകൾ ഈ രംഗത്ത് ഒരുപാട് മുന്നോട്ട് പോവും. പക്ഷേ അജയൻ്റെ പ്രതീക്ഷയ്ക്കൊത്ത് ആ ഒരു സ്പീഡിൽ നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നതിലും കുറേ കുറവുകൾ വന്നിട്ടുണ്ട്, അല്ലേ അജയ?
10 ഏക്കർ സ്ഥലം നമ്മളുടെ കലശമലയിൽ എടുത്ത സ്ഥലം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്താ അവസ്ഥ? അപ്പോൾ അതിതൊക്കെ പിന്മാറേണ്ട ഒരു സാഹചര്യം വന്നിട്ടുണ്ട്. കലശമലയിൽ 10 ഏക്കറോളം സ്ഥലം കണ്ടെത്തി അഡ്വാൻസും കൊടുത്തതാണ്. പക്ഷേ മറ്റ് സപ്പോർട്ടുകളുടെ ഒരു കുറവുകൊണ്ട് അതിൽ നിന്ന് പിന്മാറേണ്ട ഒരു സാഹചര്യം വന്നു. അതിപ്പോൾ വലിയ ടൂറിസം സ്പോട്ടായിട്ട് ഡെവലപ്പ് ചെയ്ത് വരികയാണ്. എങ്കിലും ഇപ്പോൾ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ എന്താ അവസ്ഥ? നേരത്തെ അജയ് സൂചിച്ചതുപോലെ ഇപ്പോൾ നമ്മളുടെ കുടുംബശ്രീയുടെ നമ്മൾ അന്ന് ആരംഭിച്ചപ്പോൾ നമ്മളുടെ മനസ്സിലുണ്ടായിരുന്ന സംഗതി, നമ്മളുടെ തൃശ്ശൂർ ജില്ലയിലെ കുടുംബശ്രീ സംരംഭകർക്ക്, പ്രത്യേകിച്ച് നമ്മളുടെ ക്യാൻറ്റീൻ കാറ്ററിംഗ് സെക്ടറിൽ വരുന്ന കുടുംബശ്രീ അംഗങ്ങൾക്ക് കുറച്ചും കൂടി നല്ലൊരു പരിശീലനം ഇതിൽ കൊടുക്കുക എന്നുള്ളതാണ്. വൈദഗ്ധ്യമാർന്ന പരിശീലനം കൊടുക്കുക, നല്ലൊരു സ്കിൽ ഡെവലപ്മെൻറ്റ് കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് നമ്മൾ തുടങ്ങിയത്. പക്ഷേ അത് തൃശ്ശൂർ നിന്നില്ല. കേരളത്തിലെ ഈ 14 ജില്ലകളിലും ഈ ഐഫ്രത്തിൻ്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ക്യാൻറ്റീൻ കാറ്ററിംഗ് പരിശീലനങ്ങൾ പ്രധാനമായിട്ടും നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നീട് എന്താ സംഭവിച്ചത്? അത് കേരളം വിട്ട് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോയി, അല്ലേ? ആന്ധ്ര സർക്കാരായിട്ടും അതുപോലെ ബീഹാർ സർക്കാരായിട്ടും ഒക്കെ തന്നെ 1 കോടി രൂപയുടെ 2 കോടി രൂപയുടെ അഗ്രിമെൻ്റാണ് ഇവർ ഒപ്പുവെച്ചിരിക്കുന്നത്. ഇപ്പോൾ നേരത്തെ അജയ് സൂചിപ്പിച്ച ദീദിക്ക് രസോയി, ബീഹാറിലെ ഹോസ്പിറ്റലുകളോട് ചേർന്ന് അവിടെ ഈ സ്ത്രീകളുടെ സംരംഭങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി സർക്കാർ എടുത്ത തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ് ദീദിക്ക് രസോയി എന്ന് പറയുന്ന സ്ത്രീകളുടെ അടുക്കളകൾ, ക്യാൻറ്റീനുകൾ സ്ഥാപിക്കപ്പെട്ടത്. ആ ക്യാൻറ്റീൻ നടത്തിപ്പ്, അതിന് സപ്പോർട്ടിങ്, അതിന് പരിശീലനം കാര്യങ്ങളൊക്കെ തന്നെ നമ്മുടെ ഐഫ്രത്തിൻ്റെ നേതൃത്വത്തിലാണ് നടക്കുന്നത്. അപ്പോൾ ആ രൂപത്തിലേക്ക് നമ്മളുടെ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളുമായിട്ടുള്ള അഗ്രിമെൻറ്റിലേക്ക് പോയി. മാത്രമല്ല ഇന്ത്യക്ക് പുറത്തും ഇപ്പോൾ ലോകത്തിൽ തന്നെ ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ എണ്ണപ്പെട്ടൊരു മേളയാണ് IITF, ഇന്ത്യ ഇൻ്റർനാഷണൽ ട്രേഡ് ഫെയർ. എല്ലാ വർഷവും ഏതാണ്ട് ഒക്ടോബർ നവംബർ മാസങ്ങളിലായിട്ട് 2 ആഴ്ചക്കാലം നമ്മളുടെ ഡൽഹിയിലെ പ്രഗതി മൈതാനിൽ നടക്കുന്ന ആ മേളയിൽ അതിൽ മൊത്തത്തിൽ ഈ സംവിധാനം ഓർഗനൈസ് ചെയ്യുന്നത് നമ്മളുടെ ഭക്ഷ്യമേളയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഓർഗനൈസ് ചെയ്യുന്നത് ഇപ്പോൾ ഐഫ്രാണ്. അതിൻ്റെ അപ്പുറത്ത് നമ്മളുടെ ലോകത്തിലെ തന്നെ എണ്ണമറ്റ ഭക്ഷ്യമേളകളിൽ ദുബായ് ഫെസ്റ്റ്, ഷാർജ ഫെസ്റ്റ്, ഇതിനൊക്കെ നമ്മളുടെ ഏറ്റവും താഴെത്തട്ടിലുള്ള സംരംഭകരടക്കം ഷാർജ ഫെസ്റ്റിലേക്കും ദുബായ് ഫെസ്റ്റിലേക്കും കൊണ്ടുപോയി അവിടുത്തെ കാര്യങ്ങളെ പരിചയപ്പെടുത്തി കൊടുക്കാൻ പോലും ഇന്ന് നമ്മളുടെ ഐഫ്രത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ്. നമ്മളുടെ IITF വെച്ചിട്ടാണ് നമ്മളുടെ മേയറും നമ്മളുടെ കണ്ടംകുളത്തിയും കൂടി അവിടെ ചെന്ന സമയത്ത് അവർ IITF കാണാൻ വേണ്ടി വെറുതെ കറങ്ങിയതാണ്. അപ്പോഴാണ് തൃശ്ശൂർ കോർപ്പറേഷനിലെ നമ്മളുടെ കല്യാണി ടീം, അല്ലേ, ദിവ്യ ടീമുകളൊക്കെ തന്നെ അവരെ കണ്ടപ്പോൾ അവരവിടെ ഞെട്ടിപ്പോയി. എന്ന് വെച്ച് കഴിഞ്ഞാൽ കോർപ്പറേഷൻ്റെ നേതൃത്വത്തിലുള്ള ഒരു സംരംഭക ഗ്രൂപ്പ് അവർ ഡൽഹിയിൽ എന്ന് കച്ചവടം നടത്തുകയാണ്. അത് മേയർക്ക് ഭയങ്കര അവിശ്വസനീയമായി തോന്നി. എല്ലാ ഓഫറും കൊടുത്തിട്ട് അവിടെ നിന്ന് പോകുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് നാട്ടിൽ വന്നു കഴിഞ്ഞാൽ എവിടെയാണ് നിങ്ങൾക്ക് സ്പേസ് വേണ്ടതെന്ന് വെച്ചാൽ പ്രൊവൈഡ് ചെയ്യാമെന്നുള്ള രൂപത്തിലേക്ക് എല്ലാ ഓഫറുകളും എത്രത്തോളം അതിൻ്റെ അറിയില്ല ക്യാൻറ്റീൻ തുടങ്ങി കോർപ്പറേഷൻ്റെ. അപ്പോൾ ആ രീതിയിലേക്ക് പലപ്പോഴും നമ്മൾ പോലും അല്ലെങ്കിൽ കോർപ്പറേഷൻ പോലും അറിയാത്ത രീതിയിലേക്ക് ആ സംരംഭകരെ ഡൽഹി കൊണ്ടുപോയി കാര്യങ്ങൾ. പിന്നെ മാത്രമല്ല ഇപ്പോൾ മിക്കവാറും എല്ലാ ജില്ലകളിൽ നിന്നും വനിതകൾ നമ്മളുടെ സരസ് മേളകളിൽ പങ്കെടുക്കുന്നുണ്ട്. സരസ് മേളകളിൽ 10 ദിവസം, അത് എല്ലാ വർഷവും നമ്മളുടെ 29 സ്റ്റേറ്റിലും ഒരു സ്റ്റേറ്റിലെ 2 സരസ് മേള എന്നുള്ള രീതിയിലേക്ക് 58 സരസ് മേളകൾ ഇന്ത്യയിൽ ഒട്ടുക്കും നടക്കുന്നുണ്ട്. ആ സരസ് മേളകളിലേക്ക് മിക്കവാറും കേരളത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ആളുകൾ ഈ അവരുടെ ഉൽപ്പന്നങ്ങൾ ആയിട്ട് പോകുന്നുണ്ട്. ഭക്ഷ്യമേളയിലേക്ക് നമ്മളുടെ സംരംഭകരും പോകുന്നുണ്ട്. ഇപ്പോൾ ആദ്യത്തെ 1-2 തവണയൊക്കെ പോകാൻ പറയുമ്പോൾ ചിലൊരു ബുദ്ധിമുട്ട് പറഞ്ഞിരുന്ന ആൾക്കാരൊക്കെ അപ്പോൾ നമ്മൾ പറയും നിങ്ങൾ പോയിക്കോ, ധൈര്യമായിട്ട് പോയിക്കോ, നിങ്ങൾ ധൈര്യത്തിന് വേണമെന്നുണ്ടെങ്കിൽ ഭർത്താവിനും അല്ലെങ്കിൽ ബ്രദേഴ്സിനെ ആരെങ്കിലും വേണമെങ്കിൽ കൂടെ കൂട്ടിക്കോ. അങ്ങനെ ആ രൂപത്തിലേക്ക് 1-2 തവണ പോയപ്പോൾ ഭർത്താക്കന്മാർക്കടക്കം ഭയങ്കര കോൺഫിഡൻസ് ആയി. എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് മാത്രമല്ല, ഇനി ഇവരെ ഏത് വഴിക്ക് വിടാന്ന് ഭർത്താക്കന്മാർക്കടക്കം നല്ലൊരു കോൺഫിഡൻസ് ആയി. ഇപ്പം എത്ര ആൾക്കാർ തന്നെ പോണത്, അല്ലേ? അപ്പോൾ അവരൊന്ന് സപ്പോർട്ട് ചെയ്യുന്ന പണി മാത്രമേ കുടുംബശ്രീയുടെ ജില്ലാ മിഷനിൽ ഞങ്ങൾ ചെയ്യാറുള്ളൂ. ബാക്കി പണികളൊക്കെ തന്നെ അതിന് വേണ്ട ഒരു മുന്നൊരുക്ക സംവിധാനങ്ങളും അതിന് സപ്പോർട്ടിങ് സംവിധാനങ്ങളൊക്കെ ഒരുക്കുന്ന അജയൻ്റെ നേതൃത്വത്തിലും രതിയുടെ നേതൃത്വത്തിലുള്ള ടീമാണ്. അപ്പോൾ ആ രീതിയിലേക്ക് ഇന്ന് ഇപ്പോൾ ലോകം ശ്രദ്ധിക്കപ്പെടുന്ന രീതിയിലുള്ള ഒരു ഭക്ഷ്യ ഉൽപ്പന്ന ശൃംഖലയിലേക്ക് കാലെടുത്ത് വയ്ക്കുകയാണ് ഇപ്പോൾ നമ്മളുടെ ഇന്നത്തെ ഈ സെൻട്രലൈസ്ഡ് കിച്ചൺ ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് വഴി നമ്മൾ ഈ ഒരു പുതിയ കാൽവെപ്പിലേക്ക് വരുന്നത്. എനിക്ക് തോന്നുന്നു 1-2 പ്രപ്പോസലുകൾ എനിക്ക് ഇതിൽ മുന്നോട്ട് വയ്ക്കാനുള്ളത് നമ്മൾ അജയനൊക്കെ ആയിട്ട് ആദ്യം ആലോചിച്ചിരുന്ന സംഗതികളാണ്. ഇത് ഒരു സെൻട്രലൈസ്ഡ് കിച്ചനാണ്. നമ്മളുടെ ഇവിടെ ഉള്ളത് മാടക്കത്തറ പഞ്ചായത്തിലുള്ള സെൻട്രലൈസ്ഡ് കിച്ചൺ. ആ സെൻട്രലൈസ്ഡ് കിച്ചനെ ബേസ് ചെയ്തിട്ട് നമ്മളുടെ മുഴുവൻ പഞ്ചായത്തുകളിൽ, നമ്മളുടെ ഈ 86 പഞ്ചായത്തുകളിലും 8 നഗരസഭകളിലും ഈ 96 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും ഓരോ സാറ്റലൈറ്റ് യൂണിറ്റുകൾ ഉണ്ടാവണം. സാറ്റലൈറ്റ് യൂണിറ്റ് എന്ന് പറയുമ്പോൾ ആ പഞ്ചായത്തിലെ സംരംഭകരെ വെച്ചുകൊണ്ട് അവിടെ ഒരു ഷോപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയൊരു ഹോട്ടലോ അതുപോലുള്ളൊരു അനുബന്ധ സംവിധാനം.
എന്നിട്ട് ഇവിടെ നിന്നുള്ള സെൻട്രലൈസ്ഡ് കിച്ചണിൽ നിന്നുള്ള സെലക്റ്റഡ് ഐറ്റംസ് അത് ഇവർക്ക് എത്തിച്ചു കൊടുക്കാനുള്ള സംവിധാനം ഉണ്ടാവണം. അത് അവർക്ക് അവിടെ വെച്ച് വിൽപ്പന നടത്താൻ കഴിയണം. അവരുടെ തനത് ഉൽപ്പന്നങ്ങൾ വേണം. പിന്നെ എണ്ണ കുറച്ച് ഉപയോഗിക്കുന്ന സ്റ്റീംഡ് ഐറ്റംസിനൊരു പ്രിഫറൻസ് കൊടുക്കണം. അപ്പോൾ DMC പറയായിരുന്നു കളക്ടറേറ്റിൽ നമ്മളുടെ ഇതിൻ്റെ കളക്ടറേറ്റിൽ പുതുതായിട്ട് നിർമ്മാണം പൂർത്തീകരിച്ച നമ്മളുടെ അവിടുത്തെ ടോയ്ലറ്റും ഇതുമായിട്ട് ബന്ധപ്പെട്ട് വന്നുള്ള ഒരു ബിൽഡിംഗ് ഉണ്ടല്ലോ, അതിൽ ഒരു കഫേ ഉണ്ട്. അത് കുടുംബശ്രീക്ക് തരാമെന്നുള്ള രൂപത്തിലേക്ക് പറഞ്ഞിരുന്നതാണ് DMC പറഞ്ഞത്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടേക്ക് അടക്കം ഈ ഉൽപ്പന്നങ്ങൾ സപ്ലൈ ചെയ്യാനും അതുപോലെ തന്നെ അവരുടെ തനത് ഉൽപ്പന്നങ്ങൾ അവിടെ വെച്ച് വിൽക്കാനും ഒക്കെ ഇതിൻ്റെ സംവിധാനം ഉണ്ടാവണം. ഞാൻ പറഞ്ഞത് ഇപ്പോൾ കൊരട്ടിയിൽ ഞങ്ങൾ ചെയ്തു. ഞാനിപ്പോൾ അവസാനം കൊരട്ടി പഞ്ചായത്തിലായിരുന്നു. ടേക്ക് എ ബ്രേക്കിൻ്റെ എല്ലാ ടേക്ക് എ ബ്രേക്കിലും ഇതൊരു സംവിധാനം ഉണ്ടാക്കാൻ പറ്റും. പിന്നെ കൊരട്ടിയിൽ ഇപ്പോൾ ഞങ്ങൾ അവിടെ ചെയ്തിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊരട്ടി സ്ട്രീ ഫുഡ് എന്ന് പറഞ്ഞിട്ടൊരു സംവിധാനം. അതുപോലെയാണ് ഒരു സെൻട്രലൈസ്ഡ് കിച്ചൺ. ആ സെൻട്രലൈസ്ഡ് കിച്ചനെ ബേസ് ചെയ്തിട്ട് അവിടെ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ കൊരട്ടി ഇവിടെ പൊങ്ങ മുതൽ നമ്മുടെ ജില്ലാ അതിർത്തി മുതൽ ഏതാണ്ട് കൊരട്ടി വരെയുള്ള ഒരു 5-6 പോയിന്റുകളിൽ ടേക്ക് അവേ മറ്റേ കിയോസ്കുകൾ, ചെറിയ കിയോസ്കുകൾ ഇടുക. അവിടെ ഈ ഇപ്പോൾ യാത്ര പോകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ ടേക്ക് എ ബ്രേക്കിൽ വന്നിട്ട് അല്ലെങ്കിൽ അവിടുത്തെ ഈ കിയോസ്കുകളിൽ വന്നിട്ട് അവർക്ക് പെട്ടെന്ന് ഭക്ഷണം വാങ്ങിച്ച് ഒന്നുകിൽ അവിടെ ഇരുന്ന് കഴിക്കാനുള്ള സംവിധാനം ഉണ്ടാവില്ല, അവർക്ക് വണ്ടിയിലിരുന്നോ അല്ലെങ്കിൽ ആ രൂപത്തിലേക്ക് കഴിക്കാനുള്ള സംവിധാനം. ഇപ്പം അതിനവിടെ പല മെഷീനറി ഉൾപ്പെടെ ഇപ്പോൾ അവിടെ ഓൾറെഡി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കുന്ന മെഷീൻ. അപ്പോൾ ആ ചപ്പാത്തി ഉണ്ടാക്കുന്ന മെഷീൻ എന്ന് പറഞ്ഞാൽ അവിടുത്തെ ആ ചപ്പാത്തി ഉണ്ടാക്കുന്ന മെഷീനിൽ നിന്ന് നമ്മളുടെ ഈ പല പ്രദേശങ്ങളിലേക്കും ആ ഫുഡ് വിതരണം ചെയ്യാവുന്ന രീതിയിലേക്ക് ആ ഇൻഫ്രാസ്ട്രക്ചർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇത് നല്ലൊരു നെറ്റ്വർക്കായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ ഇതുപോലെ ഓരോ ചെറിയ ചെറിയ സംരംഭങ്ങൾ ഓരോ പഞ്ചായത്തിൽ വരികയാണെന്നുണ്ടെങ്കിൽ ഇത് പരസ്പരം നമുക്ക് ആ ഒരു പഞ്ചായത്തിന് മാത്രമല്ല ഇതിൻ്റെ മാർക്കറ്റ് കാണാൻ പറ്റുക. ഇവിടെ ഇപ്പോൾ കൊരട്ടിയിൽ ചപ്പാത്തി ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഇപ്പുറത്ത് മറ്റേതെങ്കിലും ഒരു ഉൽപ്പന്നം, ഇപ്പോൾ വട ഐറ്റംസ്, വട തന്നെ നടുവിൽ ഹോളുള്ള ആ വട ഉണ്ടാക്കാൻ പ്രത്യേകം നമ്മളുടെ കമ്പനി ഇറക്കിയിട്ടുള്ളൊരു സംവിധാനമുണ്ട്, ബാംഗ്ലൂർ ബേസ്ഡ്. നമ്മുടെ വയനാടുകാരാണ് അതിൻ്റെ സ്വന്തം ആൾ. 2-3 ഇപ്പോൾ എത്രയാ 1200 കോടി ടേൺ ഓവറുള്ള കമ്പനിയായിട്ട് മാറിയത്. വയനാടുള്ള എന്താ ദീപ അദ്ദേഹത്തിൻ്റെ പേര്, നമ്മളൊരിക്കൽ അദ്ദേഹത്തിനായിട്ട് ഇൻട്രാക്ഷന് വേണ്ടി പോയിരുന്നു. ഐ ഡി. അപ്പോൾ ആ രൂപത്തിലേക്ക് വിവിധ ഉൽപ്പന്നങ്ങൾ വിവിധ പഞ്ചായത്തുകൾ ഉണ്ടാക്കുകയും അത് പരസ്പരം എല്ലാ പഞ്ചായത്തുകളിലേക്ക് സെൻട്രലൈസ്ഡ് കിച്ചൻ്റെ സംവിധാനത്തോടു കൂടി അത് ഷെയർ ചെയ്യുകയും ആ രീതിയിലേക്ക് ഓരോന്നിനും സ്വതന്ത്രമായിട്ട് നിർത്താൻ പറ്റുന്ന രീതിയിലേക്കും കൂടി ഇത് ഒരു സെൻട്രലൈസ്ഡ് കിച്ചനായിട്ടും സാറ്റലൈറ്റ് യൂണിറ്റുകളായിട്ട് നമ്മളുടെ എല്ലാ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലും 1-2 സ്ഥാപനങ്ങൾ ഈ രീതിയിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അത് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ മാത്രമല്ല അന്നശ്രീ ആപ്പ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ആ അന്നശ്രീ ആപ്പ് ഇപ്പം ഉണ്ടാ പുനരുജ്ജീവിപ്പിക്കണില്ലെങ്കിൽ ആ അന്നശ്രീ ആപ്പിലൂടെ കിട്ടുന്ന ഓർഡറുകൾ, ആ ഓർഡർ കിട്ടുന്നത് നമുക്ക് ഓരോ പഞ്ചായത്തിലും ഓരോ കേന്ദ്രങ്ങളും നമുക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അളഗപ്പ പഞ്ചായത്തിൽ നിന്ന് വരുന്ന ഓർഡർ ഇവിടുന്ന് സപ്ലൈ വേണ്ട, അത് അവിടുത്തെ ആ യൂണിറ്റിൽ നിന്ന് അളഗപ്പ പഞ്ചായത്തിലെ ആ യൂണിറ്റിൽ നിന്ന് ആ ലോക്കലിൽ സപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു 5-6 കിലോമീറ്റർ ചുറ്റളവിൽ ഈ സപ്ലൈ നടക്കും. അപ്പോൾ ആ രീതിയിലേക്കും കൂടി അതിനെ മാറ്റാം. ഇപ്പോൾ പുതിയ കാലഘട്ടത്തിൽ നമ്മളുടെ ആപ്പിൻ്റെ ഉപയോഗം ഈ രൂപത്തിലേക്ക് നമുക്ക് കൊണ്ടുവരാനായിട്ട് കഴിയും. അപ്പോൾ ഈ സെൻട്രലൈസ്ഡ് യൂണിറ്റും അതിനെ അതിനോടനുബന്ധിച്ചുള്ള ഈ 96 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ സാറ്റലൈറ്റ് യൂണിറ്റുകളും കൂടി വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് നമ്മളുടെ അന്നശ്രീ ആപ്പിനെ കുറേ പ്രൊമോട്ട് ചെയ്യാനും ഒപ്പം നമ്മുടെ നാട്ടുകാർക്ക് ഏറ്റവും ഹെൽത്തി ഫുഡ് കിട്ടാനും ഉള്ളൊരു അവസരം ഒരുക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവരാനായിട്ട് പറ്റും. അപ്പോൾ ആ രൂപത്തിലേക്കും കൂടി നമ്മളുടെ ഈ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം. ഞങ്ങൾ മറ്റേ കുടുംബശ്രീ ഇരുന്ന സമയത്ത് കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ ആലോചിച്ചിരുന്നു. പക്ഷേ ആലോചിക്കുന്നതിൻ്റെ 10-1 പോലും നമുക്ക് നടപ്പാക്കാൻ പറ്റാറില്ല. അതാണ് വിഷയം. അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടുകളുണ്ട്, പ്രശ്നങ്ങളുണ്ട്. ആണ് ഞാൻ പറഞ്ഞത്, തുടക്കത്തിൽ പറഞ്ഞതാണ്. നമ്മളിപ്പോൾ സർക്കാർ സംവിധാനവും അതുപോലെ തന്നെ ഇപ്പോൾ അജയനെ പോലുള്ള ഒരു എൻ്റർപ്രണർ ആ രൂപത്തിലേക്ക് വളരെ സ്പീഡായിട്ട് കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹിച്ചു വരുമ്പോൾ പലപ്പോഴും നമ്മളുടെ ഭാഗത്ത് നിന്ന് വരുന്ന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല ഫണ്ടുകളുടെയും അത് സമയത്തിന് കിട്ടാത്ത പ്രശ്നം ആ രീതിയിലേക്കൊക്കെ വരുമ്പോൾ ഇവരുടെ പ്രോഗ്രാംസ് ഡിലേഡ് ആവുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകും. അതുകൊണ്ടാണ് പലതും ആ രൂപത്തിലേക്ക് നിലച്ചു പോകാനായിട്ട് അല്ലെങ്കിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയാതിരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ രീതിയിലേക്കുള്ളൊരു സംവിധാനം ഇതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ആലോചിക്കേണ്ടതുണ്ട്. എന്തായാലും ഇന്ന് മാടക്കത്ര ഉദ്ഘാടനം ചെയ്യപ്പെട്ട ഈ ഒരു സെൻട്രലൈസ്ഡ് കിച്ചൻ്റെ പ്രയോജനം നമ്മളുടെ തൃശ്ശൂർ ജില്ലയിലെ മുഴുവൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെയും നമ്മളുടെ കുടുംബശ്രീ സംരംഭകർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിലേക്ക് അതിനെ ഒരു മികച്ച സംവിധാനമാക്കി മാറ്റാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ സംരംഭത്തിന് എല്ലാവിധ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ചിലായിരുന്നു, ICR എന്ന് പറയും. സോ അവിടുത്തെ ഫുഡ് പ്രോസസ്സിംഗ് ടെക്നോളജിയിലെ ട്രെയിനിങ് എക്സ്പേർട്ടായിരുന്നു. ഏറ്റവും വലിയ സന്തോഷമുള്ള കാര്യം ഒരു 10-20 വർഷം ഫുഡ് പ്രോസസ്സിങ്ങും മാനുഫാക്ചറിങ്ങും വാല്യൂ അഡീഷനും ഫുഡ് പ്രോസസ് ട്രെയിനിങ്ങിലൊക്കെ വർക്ക് ചെയ്ത മനുഷ്യനാണ്. പെട്ടെന്ന് ഇങ്ങനൊരു സംവിധാനം ഇനാഗുറേറ്റ് ചെയ്യാനും അല്ലെങ്കിൽ ഫുഡുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിൽ വന്ന് ഇനാഗുറേറ്റ് ചെയ്യാനൊക്കെ പറ്റുമ്പോൾ ഒരു സന്തോഷമുണ്ട്. കാരണം നമ്മൾ പഠിച്ച കാര്യങ്ങളിലൊക്കെ വരുമ്പോൾ
പഠിച്ചത് ബയോകെമിസ്ട്രി ആണെങ്കിലും അത് കഴിഞ്ഞ് ഞാൻ അഗ്രികൾച്ചറിൽ വന്നത്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ പ്രോഗ്രാം ഓഫീസറായിട്ട് എന്നിട്ടിപ്പം പ്രതിഭ മാം വിളിച്ചിട്ട് പറയുകയാണെങ്കിൽ ഒരു പരിപാടി ഉണ്ട്. അപ്പോൾ എനിക്ക് ഇവിടെ ഒരു വിസിറ്റ് ഉണ്ടായിരുന്നു, ഡിസ്ട്രിക്ട് വിസിറ്റ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് പറഞ്ഞത്. അപ്പോൾ ഇതിനെപ്പറ്റി വലിയ ആധികാരികമായി പറയാനുള്ള ഇതിനെപ്പറ്റി എനിക്കറിയില്ല, ഞാൻ പഠിച്ചില്ല അതിനെപ്പറ്റി. പക്ഷേ എന്തായാലും ഒരു കാര്യം, ഒരു ഫുഡ് പ്രോസസ്സിങ്ങിൽ അല്ലെങ്കിൽ ഭക്ഷണം ഇഷ്ടപ്പെടുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് ഇപ്പം ഇവിടെ വന്നപ്പോഴാണ് ഐഫ്രം എന്ന് പറഞ്ഞ സംവിധാനത്തിന് വന്നപ്പോൾ കേട്ടിരുന്നു. ഓഫീസിൽ ജോയിൻ ചെയ്തപ്പോൾ കുറേ ന്യൂസുകൾ കേൾക്കുന്ന വരവിൽ ഇതും നന്നായിട്ട് കേട്ടിരുന്നു. ബട്ട് അതിൻ്റെ എക്സ്റ്റെൻഡ് എന്താണെന്നോ എന്തോരം മേലെയാണെന്നോ എങ്ങനെയാണെന്നോ എനിക്ക് വലിയ ധാരണ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്പോൾ ഇത്രയും എല്ലാവരും സംസാരിച്ച് വന്നപ്പോൾ ഒരു ചെറിയ ധാരണ മനസ്സിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാ ഭാവങ്ങളും എനിക്കറിയില്ല. ഇപ്പം ഞാൻ വന്നിട്ട് കുടുംബശ്രീയിലെ സ്റ്റേറ്റ് മിഷനിൽ ജോയിൻ ചെയ്തിട്ട് എൻ്റെ ഒരു കൺസെപ്റ്റ് വാല്യൂ അഡീഷനിലേക്ക് മോർ കോൺസെൻട്രേറ്റ് ചെയ്യണമെന്നായിരുന്നു. വാല്യൂ അഡീഷൻ കൂടുതൽ കൊടുത്ത് എല്ലാവർക്കും ഒരു വരുമാന മാർഗം എല്ലാ കുടുംബശ്രീ അംഗങ്ങൾക്കും അവരുടേതായ രീതിയിലുള്ള ലൈവ്ലിഹുഡ് പ്ലാൻസ് ഉണ്ടാക്കണം എന്നുള്ള ആഗ്രഹത്തിലൂടെ വന്നത്. അപ്പോൾ എന്തായാലും ഇങ്ങനൊരു സംവിധാനത്തിൽ വരാനും ഇങ്ങനൊരു ഇനാഗുറേഷൻ പ്രോഗ്രാമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും പറ്റിയതിൽ ഒത്തിരി സന്തോഷം. അതോടൊപ്പം തന്നെ എല്ലാ ഭാവുകങ്ങളും ഇനി ഒരുപാട് പറഞ്ഞമാതിരി ഒരുപാട് പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. അതിലേക്ക് അപ്പുറത്തേക്ക് എന്താ പറയുക, ഐഫ്രം ഫുഡ് പ്രിൻ്റ് ചെയ്യുന്ന അവസ്ഥയിലേക്ക് വളരട്ടെ. ഫുഡ് പ്രിൻറ്റിങ് നമ്മൾ പണ്ട് പേപ്പറിൽ പടം പ്രിൻ്റ് ചെയ്തെടുക്കത്തില്ലേ, അതുപോലെ ഇപ്പോൾ ഫുഡ് പ്രിൻറ്റിംഗ് ആണ്. പ്ലേറ്റിൽ ഫുഡ് പ്രിൻ്റ് ചെയ്തെടുക്കുന്ന ടെക്നോളജീസ് വരെ വന്നിട്ടുണ്ട്. ഹെൽത്ത് മീൻസ് ഈ ചികിത്സാ രംഗത്തൊക്കെ അത് വന്നിട്ടുണ്ട്. അതുപോലത്തെ അവസ്ഥയിലേക്ക് വരട്ടെ എന്ന് ജഗദീഷിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ഭാവുകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. കുടുംബശ്രീ എന്ന പ്രസ്ഥാനത്തിൻ്റെ 25ാം വാർഷികം തിരുവനന്തപുരത്ത് വെച്ച് ആഘോഷിച്ചപ്പോൾ അത് ഉദ്ഘാടനം ചെയ്യാനെത്തിയത് നമ്മുടെ ഏറ്റവും ബഹുമാനിയായ നമ്മുടെ ഇന്ത്യയുടെ പ്രഥമ വനിത ശ്രീ ദ്രൗപദി മുർമു മാഡമാണ്, നമ്മുടെ പ്രസിഡന്റ്. അന്ന് ഏകദേശം 4000-ഓളം പ്രതിനിധികൾ അന്ന് അവിടെ പങ്കെടുത്തിരുന്നു. നമ്മുടെ പ്രസിഡന്റ് ഉൾപ്പെടെ ഈ 4000-ഓളം പ്രതിനിധികൾക്കും അന്ന് വളരെ മികച്ച രീതിയിൽ ഭക്ഷണമൊരുക്കുകയും യാതൊരു പരാതിക്കും ഇട നൽകാത്ത രീതിയിൽ ഭക്ഷണമൊരുക്കുകയും നല്ല രീതിയിൽ ആ പരിപാടി അവതരിപ്പിക്കുകയും ചെയ്ത് നമ്മുടെ ഐഫ്രം ആണെന്നുള്ളത് നമ്മുടെ തൃശ്ശൂരിനെ പ്രതിനിധീകരിച്ച് അവിടെ ചെന്ന് നമ്മൾ അഭിമാനത്തോടു കൂടി പറഞ്ഞ ഒരു കാര്യമാണ്. ഇന്ന് കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിലെ മറ്റ് പല സംസ്ഥാനങ്ങളിലെയും നിരവധി കുടുംബങ്ങൾക്ക് ഈ ഫുഡ് യൂണിറ്റുകളിലൂടെ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിലേക്ക് കൊണ്ടുവന്ന ഒരു മഹാപ്രസ്ഥാനം തന്നെയായി നമ്മുടെ ഇന്ന് ഐഫ്രം മാറിയിട്ടുണ്ട്. ആ ഐഫ്രത്തിൽ നിന്നും ഇങ്ങനെ ഒരു കാൽവയ്പ് എന്നത് ഒരു ചെറിയ കാൽവയ്പ് മാത്രമാകട്ടെ എന്നും ഇനി വരുന്ന വലിയ വലിയ കാൽവയ്പുകൾ കാണാനും അതിന് പങ്കെടുക്കാനും നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്നും പ്രാർത്ഥിച്ചുകൊണ്ടും ആശംസിച്ചുകൊണ്ടും നിർത്തുന്നു. നന്ദി പറയാന്ന് പറഞ്ഞാൽ ഈ 2 വാക്കിൽ തീരുന്നതല്ല. എല്ലാവരെയും അത്രയും നല്ല ഒരു സഹകരണമായിരുന്നു. അതിനെല്ലാവർക്കും വന്നു ചേർന്ന എല്ലാവർക്കും എൻ്റെ പേരിലും ഞങ്ങളുടെ സ്ഥാപനത്തിൻ്റെ പേരിലും നന്ദി പറയുന്നു.